വൈറ്റനിങ് ക്രീമിനോട് നമുക്കൊരു തരം അഡിക്ഷൻ വരും. ഇറ്റ്സ് ലൈക്ക് ഒരു ആൽക്കഹോൾ അഡിക്ഷൻ പോലെ. നമ്മൾ എപ്പോൾ ഇത് നിർത്താൻ നോക്കുന്നു അപ്പോഴൊക്കെ ഒരു വിഡ്രോവൽ സിംറ്റംസ് വരും. ദ സ്കിൻ ബിക്കംസ് മോർ ഡാർക്ക്. വൈ പിമ്പിൾസ് ഹാപ്പൻ ചെയ്യുന്നത്? ആക്നെ ഇഷ്യൂ ട്രീറ്റ് ചെയ്യാണ്ട് വിട്ട് കഴിഞ്ഞാൽ അത് പാടുകളായിട്ടും കുഴികളായിട്ടും മാറും. ആൻഡ് ദാറ്റ് ഇസ് പെർമനന്റ്. കുരു ഞാൻ ഞെക്കി പൊട്ടിച്ച് കളഞ്ഞാൽ ഇറ്റ്സ് ഗോൺ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ബട്ട് ആക്ച്വലി യു ആർ മേക്കിംഗ് യുവർ സിറ്റുവേഷൻ വേഴ്സ്. ആക്നെ വന്ന് പോയാലും ദ സ്കാർസ് വിൽ റിമെയിൻ. മുഖത്തൊരു ജസ്റ്റ് ഒരു പിമ്പിളിന്റെ പൊസിഷൻ വെച്ചിട്ട് നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? ജോ ലൈൻ ഏരിയയിൽ പിമ്പിൾസ് വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ സ്ട്രോങ് ഇൻഡിക്കേറ്റർ ദാറ്റ് യു ഹാവ് എൻ ഹോർമോണൽ ഇംബാലൻസ്. ഫോർഹെഡിൽ വരുന്ന ചെറിയ ചെറിയ പിമ്പിൾസ് ഉണ്ടല്ലോ, ഡാൻഡ്രഫിന്റെ ഇഷ്യൂ ഉണ്ടായിരിക്കും, ഒരു ഇംപ്രോപ്പർ സ്കിൻ പ്രാക്ടീസ് ഉണ്ടായിരിക്കും. മേ ബി ഹെയർ ലൈൻ്റെ അടുത്തൊക്കെ വരുന്ന പിമ്പിൾസ് ആണെങ്കിൽ നമുക്കൊരു സിംഗിൾ ചേഞ്ച് ഡയറ്റിൽ വരുത്താൻ പറ്റുമെങ്കിൽ ഇറ്റ് ഇസ് ഷുഗർ അവോയ്ഡൻസ്. അതുപോലെ നൊട്ടോറിയസ് ആണ് സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്. ഇപ്പം മാംഗോസ്, ജാക്ക് ഫ്രൂട്ട്. ആക്ച്വലി മേക്കപ്പ് ഹെൽത്തി ആണോ സ്കിന്നിന്? സ്കിൻ ക്യാൻസർ എങ്ങനെയാണ് വരുന്നത്? ഗ്ലൂട്ടതൈൻ നല്ല ഒരു പ്രോഡക്റ്റ് ആണോ? ഗ്ലൂട്ടതൈൻ എടുത്തിട്ടുള്ള എഫക്റ്റ് എന്ന് പറയുന്നത് ടെമ്പററി ആണ്. ഈ പ്രൊഡക്ട്സ് വാങ്ങി ഉപയോഗിച്ച് നമുക്ക് കൊറിയൻ ഗ്ലാസ് സ്കിൻ കിട്ടും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ആക്ച്വലി അൺറിയലിസ്റ്റിക് ആണ്. ഇഫ് യു വാണ്ട് കൊറിയൻ ഗ്ലാസ് സ്കിൻ, നിങ്ങളുടെ അച്ഛനും അമ്മയും കൊറിയൻ ആയിരിക്കണം. സപ്പോസ് വീട്ടിൽ ഒരാൾക്ക് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആ സോപ്പ് ഉപയോഗിക്കുന്ന അടുത്ത എല്ലാവർക്കും അത് വരും. ബോഡി ആക്നിയൊക്കെ ഉള്ള ഒരാളുടെ സ്കിന്നിന് ചിലപ്പോൾ നല്ലോണം ഫോമിംഗ് ആയിട്ടുള്ള ഫേസ് വാഷസ് നമ്മൾ പാഡിലൊക്കെ കാണുന്ന അങ്ങനെയാണ്, നല്ലോണം പതപ്പിച്ചൊക്കെ കുളിക്കുക. ഇത് തന്നെ ഇപ്പോൾ ഒരു ഡ്രൈ സ്കിന്നുള്ള ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്കിന്ന് ആകെ ഡീഹൈഡ്രേറ്റഡ്, ഡ്രൈ ആയിട്ട് ഫ്ലേക്കി ആയിട്ടുണ്ടാവും. ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ ടു കീപ് സെപ്പറേറ്റ് സോപ്സ്. ബെഡ്ഷീറ്റ്സ് ആൻഡ് പില്ലോ കവേഴ്സ് ഐഡിയലി എവറി 3 days നമ്മൾ ചേഞ്ച് ചെയ്യണം. എവറി 3 days? മഞ്ഞൾ മഞ്ഞള് തേച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല? നോ മഞ്ഞൾ തേച്ച് കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്ത് കുറയൊന്നുമില്ല. ദാറ്റ് ഇസ് ആക്ച്വലി എ മിത്ത്. ദേ വോണ്ട് ഷേവ് ബിക്കോസ് ഇറ്റ് വിൽ കം ബാക്ക് തിക്ക്. ഹെയർ ഫോളിക്കിൾ അങ്ങനെ പ്രതികാരം വീട്ടാൻ വേണ്ടി കൂടുതൽ അങ്ങനെ കട്ടിയായിട്ട് വരുമൊന്നുമില്ല. ദർ ഇസ് നോ നീഡ് ഫോർ ദാറ്റ് കൺസേൺ. ടീനേജ് ബോയ്സ് ആൻഡ് ഓൾ ദേ സിറ്റ് ആൻഡ് ഷേവ്. താടി വരാൻ വേണ്ടി ഇരുന്ന് ഷേവ് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ ഒരു കാര്യമില്ല. എങ്ങനെ സൺസ്ക്രീൻ ആക്ച്വലി കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്? ഫേസിനും നെക്കിനും ആണെങ്കിൽ 2 finger ലെങ്ത് ആണ് ആക്ച്വലി. 2 finger ലെങ്ത്സ് കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യണം. ഇനി നമ്മുടെ നോസൽ ചെറുതാണെങ്കിൽ യു ഹാവ് ടു ടേക്ക് അറ്റ്ലീസ്റ്റ് 3 to 4 finger ലെങ്ത്സ്. രാവിലെ അപ്ലൈ ചെയ്ത സൺസ്ക്രീനിന്റെ എഫക്ട് ആക്ച്വലി ഒരു 2-3 hours കഴിയുമ്പോൾ തീരും. So then you have to reapply sunscreen. ഹായ് ഗായ്സ്, വെൽക്കം ടു പിങ്ക്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സ്ത്രീകൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന ഒരു വിഷയമാണ്. നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് സ്ഥലത്തുനിന്ന് പല ഉത്തരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. സോ ആ കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കാനാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക് എടുത്തിരിക്കുന്നത്. യെസ്, സ്കിൻ കെയർ. സോ അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആധികാരികതയുള്ള ഒരു ഗസ്റ്റിനാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, സ്നേഹ നമ്പ്യാർ. ഹായ്. ഹായ് പൂജ. മാം ഡെർമറ്റോളജിസ്റ്റ് ആണ്, ഡോക്ടറാണ്. സോ എന്താണ് ക്വാളിഫിക്കേഷൻസ്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ MBBS കഴിഞ്ഞ് MD ഡെർമറ്റോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഞാനിപ്പോൾ എൻ്റെ ഓൺ ക്ലിനിക്ക് റൺ ചെയ്യുകയാണ്. ചെറുവത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇറ്റ്സ് ഇൻ കാസർഗോഡ് ഡിസ്ട്രിക്ട്. ആൻഡ് നമ്മളൊരു 2 years ആയി ഇപ്പോൾ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്. ആൻഡ് വി ആർ സീയിങ് പേഷ്യൻസ് ആൻഡ് ഓൾസോ ഡൂയിങ് പ്രൊസീജിയേഴ്സ് ലൈക്ക് ലേസേഴ്സ്. ഓക്കെ. സോ പൊതുവേ ഞാനൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ ജനറൽ ആയിട്ട് ആൾക്കാർക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്? അതായത് നമ്മൾ ചെറുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ പോയി കഴിഞ്ഞിട്ടൊക്കെ മതി, ഇനി പ്രായമായി കഴിഞ്ഞാൽ ഇതിനൊരു സൈഡ് എഫക്ട്സ് ഉണ്ടാവും, അങ്ങനെയുണ്ടോ? എപ്പോൾ നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണം? സ്കിൻ കെയർ ഐഡിയലി നമ്മൾ ബേബി ആയിരിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ സീറംസോ ക്രീംസ് ആപ്ലിക്കേഷനൊന്നും ആയിക്കൊള്ളുന്നില്ല. ഇറ്റ് ക്യാൻ ബി സംതിങ് വെരി സിമ്പിൾ, ലൈക്ക് എല്ലാ ദിവസവും കുളിക്കുന്നത്, അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. നമ്മളതുപോലെ കൊച്ചുകുട്ടികളെയൊക്കെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാറുണ്ട്. അതുപോലും ആക്ച്വലി സ്കിൻ കെയർ ആണ്. സോ ടേക്കിംഗ് കെയർ ഓഫ് യുവർ സ്കിൻ അറ്റ് എനി ഏജ് വിൽ ഡെഫിനറ്റ്ലി ഗിവ് യു റിസൾട്ട്സ്. ഇപ്പം നമ്മൾ നേരത്തെ തുടങ്ങിയില്ല എന്ന് വെച്ചിട്ട് വറീഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴാണെങ്കിലും സ്റ്റാർട്ടിങ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സ്കിൻ ഇസ് ലൈക്ക് വർക്കിംഗ് ഔട്ട്. ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ സ്കിൻ. പിന്നെ പ്രായത്തിനനുസരിച്ച് നമ്മൾ ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അക്കോർഡിംഗ് ടു യുവർ സ്കിൻ നീഡ്സ് അത് മാറ്റം വരുത്തേണ്ടി വരും. ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു മേജർ അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ഇത് ഈ ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സ്കിൻ ഡിസീസ് ഏതായിരിക്കും? ആക്നെയാണ് നമ്മളടുത്ത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു സ്കിൻ കണ്ടീഷൻ. പിന്നെ ഹെയർ ഫോൾ ഇസ് ദെയർ ഫോർ എവരിവൺ നൗ, എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ്. ഇപ്പൊ ഈ ആക്നെ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ എല്ലാവരും ഭയങ്കര അധികം കൺസേൺ ആവുന്നതും ചില ആൾക്കാർ ഇൻസെക്യൂർ ആവുന്നതും ഈ ആക്നെ വരുമ്പോഴായിരിക്കും. അപ്പം എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ആക്നേനെ പറ്റിയിട്ട്, പിമ്പിൾ വരുന്ന സമയത്ത് ഇത് ഭയങ്കര ഒരു പ്രശ്നക്കാരനാണോ? ഇപ്പം ഒരു പിമ്പിൾ വന്നു എന്നും വെച്ചിട്ട് നമ്മൾ ഇമ്മാതിരി കൺസേൺ ആയിട്ട് നമ്മുടെ സ്കിൻ അങ്ങ് ഡാമേജ് ആയെന്ന് വിചാരിക്കേണ്ട കാര്യമുണ്ടോ? ആൻഡ് വൈ പിമ്പിൾസ് ഹാപ്പൻ ചെയ്യുന്നത്?
സി പിമ്പിൾസിനെ പറ്റി ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇതൊരു ഏജിൽ വരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എസ്പെഷ്യലി പേരൻസ്. ഉം. പേരൻസ് മിക്കവാറും കുട്ടികളോട് ഉം. സോ നോട്ട് ട്രീറ്റിംഗ് ആക്നെ ഈസ് എ ചോയ്സ്. ദാറ്റ്സ് യുവർ ചോയ്സ്. ബട്ട് ദെൻ യു ഷുഡ് ബി റെഡി ടു ലിവ് വിത്ത് ദ സ്കാർസ് ഫോർ ലൈഫ്. അപ്പോൾ ഈ സ്കാർ ലീവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ ഈ പിമ്പിൾസ് വരുമ്പോൾ പൊതുവെ ആൾക്കാർക്ക് ഈ പോക്ക് ചെയ്യാനുള്ള ആ. ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും. ഞാൻ അടക്കമുള്ള ആൾക്കാർക്ക് എനിക്ക് ഭയങ്കര ഇപ്പം നമുക്ക് ഭയങ്കര ഓക്കെ ഇതിങ്ങനെ ഉള്ളപ്പോൾ അത് എങ്ങനെയും പോണം എന്നുള്ളൊരു പോണം, അതെ. ചിന്തയാണ് ഉള്ളത്. അപ്പൊ ഈ പോക്ക് ചെയ്യുമ്പോഴാണ് ഈ ബ്ലാക്ക് മാർക്ക് വരുന്നതും വരുന്നത്. അതുപോലെ തന്നെ ഈ കുഴികള് കാര്യങ്ങളൊക്കെ വരുന്നതും. വരുന്നത്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് മാറ്റാം? അതായത് ഈ ബ്ലാക്ക് സ്പോട്ട്സ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ ചെറിയ ചെറിയ പോഴ്സ് ആയിക്കോട്ടെ, ഉം. എങ്ങനെ നമുക്ക് ഇത് മാറ്റാൻ പറ്റും? അല്ലെങ്കിൽ അത് ലൈഫ് ലോങ് തന്നെ ഉണ്ടാവോ? നമുക്കൊരു ഒരു പ്രശ്നവും കൂടാതെ വന്നു പോകേണ്ട ഒരു പിമ്പിളായിരിക്കും. ജസ്റ്റ് പിമ്പിളായിട്ട് വന്നു താനേ അമർന്നു പോകും. ബട്ട് നമ്മൾ ഈ പഴുപ്പ് കളയാനോ അല്ലെങ്കിൽ അത് പൊട്ടിച്ചെടുക്കാനോ നോക്കുമ്പോഴാണ് അത് ആക്ച്വലി സെക്കൻഡറി ഇൻഫെക്ഷൻ വന്നിട്ട് സ്കാർ ആവുന്നത്. അപ്പോൾ ആ സ്കാർ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എ ഫ്ലാറ്റ് ബ്ലാക്ക് കളർ സ്പോട്ട് ഓർ ഇറ്റ് ക്യാൻ ഈവൻ ബി ഒരു കുഴി പോലെ. അപ്പോൾ ഇങ്ങനെയുള്ള സ്കാർസ് ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പിഗ്മെന്റേഷൻ ആണെങ്കിലും അതെ, കുഴികളാണെങ്കിലും അതെ. കുഴികളാണെങ്കിൽ ആക്ച്വലി നമ്മൾ കാണുന്നതിനേക്കാളും ഒരുപാട് ഡീപ്പറാണ്. സോ യു നീഡ് സം കൈൻഡ് ഓഫ് ഒരു സ്കിൻ ടൈറ്റനിങ് പ്രൊസീജിയർ. നമുക്കിപ്പോൾ ഒരു ഫ്രാക്ഷണൽ ലേസർ അല്ലെങ്കിൽ PRP, മൈക്രോ നീഡ്ലിംഗ് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇതിന് ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റൂ. അഗൈൻ ഐ എം സ്ട്രെസ്സിങ് ഓൺ ദ വേർഡ് ഇംപ്രൂവ്മെന്റ്. നമുക്കൊരു സ്കാർ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് പൂർണ്ണമായിട്ട് നോർമൽ ലെവലിലേക്ക് തിരിച്ചു വരില്ല. സോ പിമ്പിൾസ് പിക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് സ്ട്രെസ് വരുമ്പോഴൊക്കെ ചിലർക്ക് ഉണ്ട് ഒരു പിമ്പിൾ പിക്ക് ചെയ്യാൻ ഒരു ടെൻഡൻസി. ആൻഡ് സം പീപ്പിൾ ആക്ച്വലി തിങ്ക് ഇറ്റ് ഇസ് ഗുഡ്. ഈ കുരു ഞാൻ ഞെക്കി പൊട്ടിച്ച് കളഞ്ഞാൽ ഇറ്റ്സ് ഗോൺ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ബട്ട് ആക്ച്വലി യു ആർ മേക്കിംഗ് യുവർ സിറ്റുവേഷൻ വേഴ്സ്. ആക്നെ വന്ന് പോയാലും ദ സ്കാർസ് വിൽ റിമെയിൻ. സോ മുഖം തൊടാനേ പാടില്ല, കൈ മുഖത്തേക്ക് കൊണ്ടുപോകാനേ പാടില്ല. ബേസിക്കലി അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ പിമ്പിൾ വന്നു കഴിഞ്ഞാൽ? ഐഡിയലി ആക്നെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സെൽഫ് മാനേജ് ചെയ്യാതെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുന്നതാണ് ഏറ്റവും ഐഡിയൽ അപ്രോച്ച്. ബിക്കോസ് എല്ലാവർക്കും ആക്നെ ഒരുപോലെ അല്ല. ഇപ്പൊ നമുക്ക് ഓവർ ദ കൗണ്ടർ കിട്ടുന്ന പ്രൊഡക്ട്സ് കൊണ്ടൊന്നും ചിലപ്പോൾ ആക്നെ കൺട്രോൾ ആയിക്കൊള്ളുന്നില്ല. മാത്രമല്ല ആക്നെക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. ദേ മേ ബി സംതിങ് റോങ് വിത്ത് യു ഇന്റേണലി. ഒരു ഹോർമോണൽ ഇഷ്യൂവോ എന്തെങ്കിലും ഉണ്ടാവാം. സോ അതൊക്കെ അസസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറെ കാണുക തന്നെ വേണം. നമ്മൾ എത്രയും പെട്ടെന്ന് ഇപ്പോൾ ആക്നെ ആ ഒരു കണ്ടു തുടങ്ങുന്ന സിറ്റുവേഷനിൽ തന്നെ ഒരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുവാണെങ്കിൽ ഇതിന്റെ ഒരു സിവിയറിറ്റി നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ആൻഡ് യു കൻ പ്രിവെന്റ് ഗെറ്റിംഗ് സ്കാർസ്. ഇന്റേണൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് നെറ്റിയിൽ പിമ്പിൾ വന്നാൽ ഇന്ന പ്രോബ്ലം ആയിരിക്കും, ഇപ്പൊ മൂക്കിന്റെ മേലെ വന്നു കഴിഞ്ഞാൽ ഇന്ന പ്രോബ്ലം ആയിരിക്കും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും നമ്മുടെ ഗട്ട് ഹെൽത്തിനെ പറ്റിയിട്ട്? നമ്മുടെ ഒരു മുഖത്തൊരു ജസ്റ്റ് ഒരു പിമ്പിളിന്റെ പൊസിഷൻ വെച്ചിട്ട് നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? ആക്നെ മാപ്പിംഗ് കുറേയൊന്നും ആക്യുറേറ്റ് അല്ല. നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സൈറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് മെയിൻലി ജോ ലൈൻ, നമ്മുടെ ഒരു ചിന്നിന്റെ ഏരിയയിൽ വരുന്ന പിമ്പിൾസ് നമുക്കറിയാം. ഇപ്പോൾ ടീനേജ് ആക്നെയൊക്കെ വരുമ്പോൾ ജോ ലൈൻ്റെ ഏരിയയിൽ അങ്ങനെ വരാറില്ല, ചീക്കിലാണ് യൂഷ്വലി ആക്നെ വരുന്നത്. അപ്പോൾ ജോ ലൈൻ ഏരിയയിൽ പിമ്പിൾസ് വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ സ്ട്രോങ് ഇൻഡിക്കേറ്റർ ദാറ്റ് യു ഹാവ് എ ഹോർമോണൽ ഇംബാലൻസ്. ഇപ്പോൾ PCOD പോലെയുള്ള ഇഷ്യൂസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാം. ഓക്കെ, ജോ ലൈൻ ആൻഡ് നെക്ക് ഏരിയ. അതുപോലെ ഫോർഹെഡിൽ വരുന്ന ചെറിയ ചെറിയ പിമ്പിൾസ് ഉണ്ടല്ലോ, അത് മിക്കവാറും നമുക്കൊരു ഡാൻഡ്രഫിന്റെ ഇഷ്യൂ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇംപ്രോപ്പർ സ്കിൻ പ്രാക്ടീസ് കൊണ്ടായിരിക്കും. ഇപ്പോൾ ഹെയർ ഓയിലൊക്കെ ഒരുപാട് അപ്ലൈ ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും. മേ ബി ഹെയർ ലൈൻ്റെ അടുത്തൊക്കെ വരുന്ന പിമ്പിൾസ് ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഏതെങ്കിലും ഹെയർ പ്രൊഡക്റ്റിന്റെ ഒരു റിയാക്ഷനും ആയിരിക്കാം. ബാക്കി ഇപ്പോൾ ഗട്ട് ഹെൽത്തും ആയിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഷുഗർ ഇൻ യുവർ ഡയറ്റ് കൻ ട്രിഗർ ആക്നി, അങ്ങനെയൊക്കെ ഉണ്ട്. അതർവൈസ് ഡെഫിനറ്റ് ആയിട്ട് ഇപ്പോൾ ഇന്ന സൈറ്റിലാണെങ്കിൽ ഇന്ന് ഗട്ട് പ്രോബ്ലം കൊണ്ടാണ് വരുന്നതെന്നുള്ളത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ അല്ല. ഇപ്പോ അതുപോലെ തന്നെ നമുക്ക് ഈ ഹോർമോണൽ ഇംബാലൻസ് അല്ലാതെ ആക്നെ വരാൻ വേറെ ഏതെങ്കിലും റീസൺ ഉണ്ടോ? ആക്നെ ഒരുപാട് ട്രിഗേഴ്സ് ഉണ്ട്. ഹോർമോണൽ ഇംബാലൻസിന് പുറമെ നമുക്ക് നോർമലാണ് ആക്ച്വലി ആ ഒരു ഏജിൽ, ടീനേജിൽ വരുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു ഹോർമോൺ സർജ് കൊണ്ട് വരുന്നതാണ്. അതല്ലാതെ സ്ട്രെസ് വരുമ്പോൾ ഇറ്റ് ക്യാൻ ട്രിഗർ ആക്നെ. നല്ല സൺ എക്സ്പോഷർ വന്നാൽ ഇറ്റ് ക്യാൻ ട്രിഗർ ആക്നെ. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മളിപ്പോൾ എൻ്റെ എൻഗേജ്മെന്റിന് ശേഷമാണ് എനിക്ക് പിമ്പിൾസ് വന്നു തുടങ്ങിയത്. എൻഗേജ്മെന്റ് മേക്കപ്പ് ഇട്ടപ്പോൾ അല്ലെങ്കിൽ കല്യാണത്തിന് മേക്കപ്പ് ഇട്ടതിന് ശേഷമാണ്. ബിക്കോസ് ദാറ്റ് മേ ബി ദ ഫസ്റ്റ് ടൈം ദേ ഹാവ് യൂസ്ഡ് വെരി ഹെവി മേക്കപ്പ്. അപ്പോൾ അങ്ങനെയുള്ള ഹെവി മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു കൊമഡോജനിക് എഫക്റ്റ് ഉണ്ടാവും, പോർസ് ക്ലോഗ് ആവും, ഒരു ബ്രേക്ക് ഔട്ട് വരാം. പിന്നെ ചില നമുക്ക് ഈ പറഞ്ഞ പോലെ ഹെയർ ഓയിൽസിനോടുള്ള അലർജി രീതിയിൽ പ്രസന്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഞാനിപ്പോ പിമ്പിൾസ് ഉള്ളപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവരിപ്പോൾ ഈ ഡയറ്റിൽ എഗ്ഗ് കഴിക്കാൻ പറ്റില്ല, ഫ്രൈഡ് ഐറ്റംസ് കഴിക്കാൻ പറ്റില്ല, ഇതെല്ലാം ആക്ച്വലി അവരിപ്പോൾ ഒരു ദിവസം എഗ്ഗ് കഴിച്ചാൽ പിറ്റേ ദിവസം ആക്നെ വരുന്ന ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. വൈ ദാറ്റ്സ് ഹാപ്പനിങ്?
സി ഡയറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു ആക്നി. ഇഫ് ദേഴ്സ് ഇപ്പോൾ ഒരാൾക്ക് ഒരു ആക്നി പ്രോൺ സ്കിൻ ആണെങ്കിൽ നമുക്കൊരു സിംഗിൾ ചേഞ്ച് ഡയറ്റിൽ വരുത്താൻ പറ്റുമെങ്കിൽ ഇറ്റ് ഇസ് ഷുഗർ അവോയ്ഡൻസ്. ഷുഗർ ആണ് ആക്ച്വലി മെയിൻ കൾപ്രിറ്റ് നമുക്ക് പുതിയ ബ്രേക്ക്ഔട്ട്സ് വരുന്നതിൻ്റെയും എല്ലാത്തിൻ്റെയും. അപ്പോൾ ഷുഗർ എന്ന് പറയുമ്പോൾ യു ഷുഡ് ഓൾസോ അവോയ്ഡ് ജാഗറി. പിന്നെ ജാഗരിയും ജാഗറിയും പ്രശ്നമാണ്. നമ്മൾ ജാഗറീൻ്റെ കുറച്ച് റിഫൈൻഡ് വേർഷൻ ആണ് ഷുഗർ. അല്ലാതെ ജാഗറി ഈസ് നോട്ട് ലൈക്ക് നോട്ട് ഷുഗർ, അങ്ങനെയില്ല. ലോട്ട് ഓഫ് പീപ്പിൾ തിങ്ക് ഇറ്റ് ഇസ് സേഫ് ഫോർ കിഡ്സ്, ഇറ്റ് ഇസ് സേഫ് ഫോർ എവറി വൺ. ചായയിലൊക്കെ ഇപ്പോൾ ജാഗറി പൗഡർ ഇടുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. ബട്ട് ജാഗറി ഈസ് ഓൾസോ ഷുഗർ. ഓക്കെ, സോ ജാഗറി, കെയിൻ ഷുഗർ, അതുപോലെ നൊട്ടോറിയസ് ആണ് സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്. ഇപ്പം മാംഗോസ്, ജാക്ക് ഫ്രൂട്ട്, ചക്കയൊക്കെ അതുപോലെ. ഇപ്പം നമ്മൾ ആ കറക്റ്റ് മാംഗോ സീസൺ ആകുമ്പോൾ എല്ലാവർക്കും ഒരു ഫ്ലെയർ വരുന്നുണ്ട്. സോ ദിൽ സേ ഓക്കെ, ഞാൻ ഷുഗർ ഒന്നും കഴിക്കാറില്ല ഡോക്ടറെ, ഷുഗർ ഞാൻ തൊടാറില്ല, ഒരു മധുരം കഴിക്കുന്നില്ല. അപ്പം then you ask them മാംഗോ കഴിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ അതിപ്പോൾ കിട്ടുന്നുണ്ടല്ലോ, ആ ഒരു റെസ്പോൺസാണ് കിട്ടാറ്. സോ മാംഗോ ക്യാൻ ഓൾസോ കോസ് ബ്രേക്ക്ഔട്ട്സ്. അപ്പോൾ അങ്ങനെ ഷുഗർ അവോയ്ഡൻസ് ഇസ് വൺ തിങ് ദാറ്റ് ആക്ച്വലി ഹെൽപ്സ്. പിന്നെ ഡയറ്റിൽ വരുത്തേണ്ട ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ ഡയറി അവോയ്ഡൻസ് ആണ്. ഡയറി പ്രൊഡക്ട്സ് അവോയ്ഡ് ചെയ്യുമ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരാറുണ്ട് ആക്നിയിൽ. നമുക്ക് ബേസിക്കലി നമ്മുടെ ബ്ലഡ് ഷുഗർ നന്നായിട്ട് കൂട്ടുന്ന ചില ഫുഡ്സ് ഉണ്ട്, ഹൈ ഗ്ലൈസിമിക് ഫുഡ്സ്. അതിലൊന്നാണ് ഈ ഷുഗർ. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, പിന്നെ ഐസ്ക്രീംസ്, പാസ്ത, ഓൾ ഓഫ് ദിസ് ക്യാൻ സ്പൈക്ക് യുവർ ബ്ലഡ് ഷുഗർ ലെവൽ സഡൻലി. അപ്പോൾ അങ്ങനെയുള്ള ഫുഡ്സ് ടെൻ ടു ട്രിഗർ ആക്നി. ഓക്കെ, ആക്ച്വലി ദിസ് വാസ് എ ന്യൂ ഇൻഫർമേഷൻ ഫോർ മീ. ലൈക്ക് ഇപ്പം എന്തുണ്ടായാലും നമ്മളിപ്പം ഡയറ്റ് എടുക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്ന ഷുഗർ കട്ടാണ്. ബേസിക്കലി വി നോ ദാറ്റ് ഷുഗർ ഇസ് നോട്ട് പ്രോബ്ലം. ഹെൽത്തി യെസ്. ആന്നുള്ളത്. പക്ഷെ ഈ ജാഗ്രി ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ട്, മാംഗോ, ഇതൊക്കെ ഒരു പ്രശ്നമാണ് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ആൻഡ് അതിന്റെ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ആക്ച്വലി ഈ ഷുഗർ പോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെ ബാധിക്കുന്ന പ്രോഡക്ട്സ്? ഇപ്പൊ ഈ ഡയറി പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ തന്നെ ഇപ്പൊ മിൽക്ക്, ഇപ്പൊ ഈ പനീർ, ഇതെല്ലാം നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ആണ്, ഗീ എല്ലാം. അപ്പോ ഇതൊക്കെ എങ്ങനെയാണ്, ഏതൊക്കെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും? സി മിൽക്ക് ഇസ് ഡെഫിനറ്റ്ലി എ പ്രോബ്ലം. മിൽക്ക് അവോയ്ഡ് ചെയ്യുമ്പോൾ നല്ല ഇമ്പ്രൂവ്മെന്റ് ആക്ച്വലി പേഷ്യൻസിന് കാണാറുണ്ട്. യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് വിത്ത് അതർ പ്ലാന്റ് ബേസ്ഡ് മിൽക്സ് ലൈക്ക് ആൽമണ്ട് മിൽക്ക് ഓർ സോയ് മിൽക്ക്, ഓട്ട് മിൽക്ക് ഒക്കെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൗസ് മിൽക്കിൽ ദർ ഇസ് എ കമ്പൗണ്ട് കോൾഡ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ. അപ്പോൾ അതാണ് ആക്ച്വലി ഈ ആക്നിങ്ങിനെ ട്രിഗർ ചെയ്യുന്നത്. സോ മിൽക്ക് അവോയ്ഡൻസ് വിൽ ഹെൽപ്പ്. പിന്നെ ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ജാഗറി ആണെങ്കിലും കെയിൻ ഷുഗർ ആണെങ്കിലും, അങ്ങനെ മധുരത്തിനോട് നമുക്ക് പിന്നെ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു യൂസ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്. അപ്പോൾ ഈ ഷുഗറിനെ കൊണ്ടുള്ള ആക്നി റിസ്ക് എന്തായാലും ഉണ്ടാവില്ല. എന്തൊക്കെ ഫ്രൂട്ട്സ് ആണ് അപ്പൊ നമ്മൾ കഴിക്കേണ്ടാത്തതും കഴിക്കേണ്ടതും? ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ യു ക്യാൻ ഓൾവേസ് ടേക്ക് ഫ്രൂട്ട്സ് ദാറ്റ് ഹാവ് ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ്. ഇപ്പം നമുക്ക് പോമഗ്രാനേറ്റ് ഒക്കെ എടുക്കാൻ പറ്റും, സിട്രസ് ഫ്രൂട്ട്സ് എടുക്കാൻ പറ്റും, ആപ്പിൾ ആൻഡ് പെയർസ് ഒക്കെ ഒരു പരിധി വരെ എടുക്കാൻ പറ്റും, കുഴപ്പമില്ല. മാംഗോ ആൻഡ് ജാക്ക് ഫ്രൂട്ട് ഒക്കെ കുറച്ച് ഹൈ ഷുഗർ കണ്ടന്റ് വരുന്നതാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. മാംഗോ ആൻഡ് ജാക്ക് ഫ്രൂട്ട് നമ്മുടെ ഒരു കൾച്ചറലി നമുക്ക് വളരെ ഒരു ഇഷ്ടപ്പെട്ട സാധനം ആയതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. ആൻഡ് ഫ്രൂട്ട്സ് അല്ലേ എന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും അതിനെ ഒരു നെഗറ്റീവ് ലൈറ്റിൽ കാണില്ല. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് യു കാൺട്ട് ഹാവ് മാംഗോസ് അറ്റ് ഓൾ. ഈറ്റ് ഇൻ മോഡറേഷൻ. നമുക്ക് ആ ഒരു സീസൺ ആകുമ്പോൾ ഇഷ്ടം പോലെ കിട്ടുന്നു എന്ന് വെച്ചിട്ട് അങ്ങനെ വാരി വലിച്ച് കഴിക്കാൻ പാടില്ല. ഒരു പോർഷൻ കൺട്രോൾ ഉള്ളത് നല്ലതാണ്. ഇപ്പൊ ഇതേപോലെ തന്നെ ആക്നെ നമ്മള് ഇപ്പൊ കഴുത്തിന്റെ അവിടെയും കഴുത്തിന്റെ ബാക്കിലും ഈ പുറത്തിന്റെ ആ ഏരിയയിലൊക്കെ ഇതേപോലെ കുഞ്ഞു പിമ്പിൾസ് വരുന്നതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആൾക്കാരുടെ അടുത്തുനിന്ന്, പറഞ്ഞിട്ടുണ്ട് അവര്. അപ്പൊ ഇതെങ്ങനെയാണ് വരുന്നത്? ഇപ്പൊ ഫേസ് പോലെ തന്നെ അതോ അതിനേക്കാൾ ഡേഞ്ചർ ആണോ ബോഡിയിൽ വരുന്ന ആക്നെ? ബോഡി ആക്നെ ചിലർക്കൊരു ടെൻഡൻസി ഉണ്ടാവും ബോഡി ആക്നെ വരാൻ. ഫേസ് ആക്നെ വരുന്നവർക്ക് തന്നെ ബോഡി ആക്നെ വരാനൊരു ടെൻഡൻസി ഉണ്ടാവും. അവിടെയും അവരുടെ ഓയിൽ ഗ്ലാൻസ് കുറച്ച് ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത് വരുന്നത്. അപ്പോൾ അത് ഈ രീതിയിൽ തന്നെയാണ് മാനേജ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഒരു കറക്റ്റായിട്ടൊരു ബോഡി വാഷ് യൂസ് ചെയ്യുക, അതുപോലെ നൈറ്റ് റൂട്ടീനിലൊരു പ്രോപ്പറായിട്ട് ജെല്ല്, സ്പ്രേസ് ഒക്കെ യൂസ് ചെയ്താൽ കുറച്ച് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഫർദർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ പരമാവധി സിന്തറ്റിക് ആയിട്ടുള്ള ക്ലോത്ത്സ് ഒഴിവാക്കുക. ഇപ്പോൾ ജേഴ്സി പോലെയുള്ള ടീഷർട്ട്സും അങ്ങനെയൊക്കെ ഒഴിവാക്കുക. ജേഴ്സി പോലെയുള്ള സോ പരമാവധി കോട്ടന്റെ തന്നെ ബനിയൻ മെറ്റീരിയലുള്ള ക്ലോത്ത്സ് തന്നെ യൂസ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ആ ഒരു ഹീറ്റും ഫ്രിക്ഷനും ഒക്കെ ഒരുപാട് കുറയും. സോ ദാറ്റ് ഇസ് സംതിങ് യു ക്യാൻ ഡു. പിന്നെ ഇപ്പോൾ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ വർക്കൗട്ട് കഴിഞ്ഞ് വന്ന് പെട്ടെന്ന് തന്നെ കുളിക്കുക. ഒരുപാട് നേരം ആ വേർപ്പൊക്കെ അങ്ങനെ നിൽക്കാതെ നോക്കുക. ഇതേപോലെ തന്നെ നമ്മൾ ഈ മാർക്കറ്റിൽ ഒരുപാട് ഈ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പൊ ഈ ആക്നെക്ക് തന്നെ നമുക്ക് ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. പക്ഷെ ഡസ് ദാറ്റ് ആക്ച്വലി ഹെൽപ്പ്? ഇതിപ്പോ നമ്മൾ അങ്ങനെ ഒരു എക്സ്റ്റേണലി നമ്മൾ എന്തെങ്കിലും ഒരു ക്രീമോ അല്ലെങ്കിൽ കാര്യങ്ങളോ യൂസ് ചെയ്യുന്നതല്ലാതെ ഇന്റേണലിയും കൂടെ അതിനൊരു ടേക്ക് കെയർ വേണ്ടേ? എന്താണ് ഈ ഒരു കാര്യം? ആക്നെ ഒരു
നമ്മൾ സീരിയസ്ലി എടുക്കേണ്ട ഒരു ഇഷ്യൂ തന്നെയാണ്. ഫോർ ദ റീസൺസ് ദാറ്റ് ഐ മെൻഷൻ, ഇത് സ്കാർ ആവാൻ ചാൻസ് ഉള്ളൊരു പ്രോബ്ലം ആണ്. സോ ഇന്റേണൽ ഹെൽത്ത് ഡെഫിനറ്റ്ലി, ഡയറ്റ് മോഡിഫിക്കേഷൻസ്, വർക്ക്ഔട്ട്, ഓൾ ദിസ് വിൽ ഹെൽപ്പ് മച്ച് മോർ ദൻ വാട്ട് യു അപ്ലൈ ഓൺ ടോപ്പ് ഓഫ് യുവർ സ്കിൻ. ഓക്കെ, ഷുഗർ കട്ട് ഇസ് വൺ തിങ് ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. പിന്നെ നമ്മളിപ്പോൾ ഒരു വലിയ സ്കിൻ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ ഒരു സൺസ്ക്രീനോ മോയ്സ്ചറൈസറോ ഫേസ് വാഷോ ഒക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി ഒന്ന് റിസർച്ച് ചെയ്ത് വാങ്ങുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഇഫ് യു ഹാവ് എ സ്കിൻ കൺസേൺ ലൈക്ക് ആക്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പിഗ്മെന്റേഷൻ ഇഷ്യൂ, മെലാസ്മ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാതിരിക്കുന്നേ നല്ലത്. ഇപ്പോൾ ആക്നെക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നല്ല സിവിയർ ആയിട്ട് ആക്നെ ഉള്ള ഒരു ആളാണെങ്കിൽ നമ്മളിപ്പോൾ കുറേ നാൾ ഒരു സാലിസിലിക് ആസിഡിന്റെ ഫേസ് വാഷോ സീറമോ യൂസ് ചെയ്തതുകൊണ്ട് നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് വരില്ല. യു വിൽ നീഡ് പ്രിസ്ക്രിപ്ഷൻ ബേസ്ഡ് മെഡിക്കേഷൻസ് അല്ലേ, പ്രിസ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ടാബ്ലറ്റ്സും ഓയിൻമെന്റ്സും ഒക്കെ വേണ്ടി വരും. ആൻഡ് ഓൾസോ ഇപ്പോൾ ആക്നെ സ്കാർ വന്നിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ലോട്ട് ഓഫ് പീപ്പിൾ തിങ്ക് ദാറ്റ് അപ്ലൈങ് നയസിനമൈഡ് എവറി ഡേ will actually help you to close your pores. They are waiting for their pores to close. പക്ഷേ ഇത് ആക്ച്വലി പോർസ് പോലും അല്ല, ആക്നെ സ്കാർസ് ആണ്. സോ അതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്താൽ മാത്രമേ അതിനൊരു ഇമ്പ്രൂവ്മെന്റ് വരുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, സ്കിൻ ബ്രൈറ്റ് ചെയ്യാനുള്ള ആൾക്കാരുടെ ഒരു ഇത് ഇൻസെക്യൂരിറ്റി എന്ന് തന്നെ ഞാൻ വിളിക്കും അതിനെ. ഇപ്പം സ്കിൻ കുറച്ച് ഡാർക്ക് ആയി കഴിഞ്ഞാൽ അത് ഫെയർ അല്ല. ഏറ്റവും ഒരു അൾട്ടിമേറ്റ് നമ്മുടെ ഒരു ബ്യൂട്ടി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫെയർ സ്കിൻ അല്ലെങ്കിൽ ഒരു ബ്രൈറ്റൻ അപ്പ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ് നല്ലതെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണ് ഒരു ഹെൽത്തി സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ ബേസ്ഡ് ആണോ? ഒരിക്കലും അല്ല. ആസ് എ ഡെർമറ്റോളജിസ്റ്റ് ഐ നെവർ എൻകറേജ് ദ നോഷൻ ഓഫ് ഫെയർ സ്കിൻ. നമ്മൾ ഹെൽത്തി സ്കിന്നിനെയാണ് എപ്പോഴും എൻകറേജ് ചെയ്യേണ്ടത്. ഇപ്പോൾ അങ്ങോട്ടൊക്കെ ആക്ച്വലി കാസർഗോഡ് ഭാഗത്തൊക്കെ ഈ ഒരു വൈറ്റനിങ് ക്രീം എന്ന് പറയുന്ന സംഭവമാണ് കുറച്ചും കൂടി പോപ്പുലർ. ദ നെയിം ഇസ് നോട്ട് ഈവൻ ബ്രൈറ്റനിങ് ഓർ ഫെയർനെസ്, ഇറ്റ് ഇസ് വൈറ്റനിങ് ബിക്കോസ് യു വോണ്ട് ടു ബി വൈറ്റ്. ഓക്കെ, എനിത്തിങ് അതർ ദാൻ വൈറ്റ് ഇസ് ബാഡ്. അപ്പോൾ അത് കൊച്ചു കുട്ടികൾക്ക് വരെ ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ വന്ന് പറയാറുണ്ട്, ഇപ്പൊ ഇവള് ജനിച്ചപ്പോൾ നല്ല കളർ ഉണ്ടായിരുന്നു, ഇപ്പൊ കറുത്തുപോയി. അത് കുട്ടിയുടെ മുമ്പ് തന്നെ പറയും. അത് ആ കുട്ടിയുടെ സെൽഫ് എസ്റ്റീമിനെ എത്രത്തോളം ബാധിക്കും എന്ന് ഇവർ ചിന്തിക്കാറില്ല. ദ കിഡ് വിൽ അതർവൈസ് ഹാവ് വെരി ഹെൽത്തി സ്കിൻ, ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ജസ്റ്റ് ബിക്കോസ് ഷീസ് ഡാർക്ക് ദേ വിൽ സേ സംതിങ് ലൈക്ക് ദിസ്. അതുപോലെ ചിലപ്പോൾ ടീനേജേഴ്സിനെ, കുറച്ച് യങ് ആയിട്ടുള്ള ഗേൾസിനെ ഒക്കെ കൊണ്ടുവരും. അടുത്ത ആഴ്ച ഇവളെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്, അപ്പൊ ഒരാഴ്ച കൊണ്ട് ഒന്ന് വെളുപ്പിച്ച് ഒന്ന് എടുക്കണം എന്നുള്ളൊരു. സോ ദെൻ യു ആർ ലെഫ്റ്റ് ഹെൽപ്ലെസ്. നമുക്ക് എന്താ, what do you say to that people then? ഐ ട്രൈ കൗൺസിലിംഗ്, ബട്ട് മിക്കവാറും അവർ ഓക്കെ എന്നൊക്കെ പറഞ്ഞു പോയി ദിൽ ഗോ ടു സമൺ എൽസ് ബിക്കോസ് ദേ നീഡ് റിസൾട്ട്സ്. ഓഫ് കോഴ്സ് ഈ ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. 1 വീക്കിനുള്ളിൽ നമുക്ക് വെളുപ്പിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. ഈവൻ ഒരു സ്കിന്നിലെ ഒരു കൺസേൺ ട്രീറ്റ് ചെയ്യാനും 1 വീക്കിനുള്ളിൽ പോസിബിൾ അല്ല. ആൻഡ് ദ ഹോൾ കോൺസെപ്റ്റ് ദാറ്റ് ഓൺലി ബിക്കമിങ് ഫെയർ ഇസ് ബ്യൂട്ടി എന്നുള്ളതും ഒരു നല്ല കാര്യമല്ല. അപ്പോൾ ഹെൽത്തി സ്കിന്നാണ് എപ്പോഴും നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. സ്കിൻ ദാറ്റ് ഡസ് നോട്ട് ഹാവ് മച്ച് ഓഫ് ഒരു ആക്നെ പ്രോബ്ലം, മച്ച് ഓഫ് സ്പോട്ട്സ്, ഒരു ഹെൽത്തി ഗ്ലോ ഉള്ള ഒരു സ്കിൻ. അത് ഏത് കളറും ആയിക്കോട്ടെ, ദാറ്റ് ഈസ് ഹെൽത്തി ആൻഡ് ദാറ്റ് ഈസ് പെർഫെക്റ്റ്. ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ സ്കിൻ വൈറ്റനിങ് ക്രീം എന്ന് ഒരുപാട് പേര് ലൈസൻസ് പോലും ഇല്ലാതെ ഈ സ്കിൻ ക്രീം അല്ലെങ്കിൽ ഈ ഒരു കെയർ പ്രോഡക്റ്റ് ആണെന്നും പറഞ്ഞിട്ട് ഇറക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേരാണ് മെലാക്കെയർ എന്ന് പറയുന്ന ഒരു ട്യൂബിൽ വരുന്ന ഒരു സ്കിൻ ക്രീം അല്ലെ, ഫേസ് ക്രീം. അപ്പോ ഇത് യൂസ് ചെയ്തിട്ട് ഒരുപാട് പേര് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇത് ഭയങ്കര ഫേമസ് ആയിരുന്നു. മെലാക്കെയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ബ്രൈറ്റൻ ആവും, വൈറ്റ് ആവും എന്നും പറഞ്ഞ് യൂസ് ചെയ്ത് ഒരുപാട് പേര് സ്കിന്നിലെ റാഷസ് വരുന്നതും സ്കിൻ പീലായിട്ട് പിന്നെ ആ ഏരിയ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ മെലാക്കെയറിൽ അടങ്ങിയിരിക്കുന്നത്? ഇത് ഭയങ്കര ഡേഞ്ചറസ് അല്ലേ ശരിക്കും? മെലാക്കെയർ, സ്കിൻ ലൈറ്റ് എന്നൊക്കെ പറയുന്നത് വേറൊരു കാറ്റഗറിയാണ്. ആക്ച്വലി ദോസ് ആർ ആക്ച്വലി ഫാർമസി പ്രൊഡക്ട്സ്. ഓക്കെ, നമ്മളിപ്പോൾ ഡെർമറ്റോളജിസ്റ്റ് തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്. ചിലപ്പോഴൊക്കെ സിവിയർ പിഗ്മെന്റേഷൻ ഒക്കെ കൊടുക്കാറുണ്ട്. ബട്ട് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ വി ടെൽ ദം യു യൂസ് ഇറ്റ് ഫോർ 2 weeks ആൻഡ് കം ബാക്ക്, ഓൾവേസ് കം ബാക്ക്. ഇനിയിപ്പോൾ തിരിച്ചു വരാൻ പറ്റില്ല എന്ന് വെച്ചോ നിർത്തിക്കൊള്ളണം, എടുത്ത് കളഞ്ഞോളണം. അല്ലെങ്കിൽ വീട്ടിൽ മറ്റാർക്കെങ്കിലും ഇത് വൈറ്റനിങ് ക്രീമാന്ന് പറഞ്ഞ് കൊടുക്കരുത്. ആ ഒരു ഇൻസ്ട്രക്ഷനോടെയാണ് നമ്മൾ പേഷ്യന്റിനെ പറഞ്ഞു വിടുന്നത്. ബിക്കോസ് ഇത് അബ്യൂസ് വരാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഫ്രീ ആയിട്ട് എടുത്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ പോയി ചേട്ടാ ഒരു വെളുക്കാൻ ഒരു കുറച്ച് കളർ വരാൻ ഒരു ക്രീം എന്ന് പറഞ്ഞാൽ ദിൽ ഗിവ് യു മെലാക്കെയർ, ദിൽ ഗിവ് യു സ്കിൻ ലൈറ്റ്. അപ്പോൾ ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഫാർമസി പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ കിട്ടും. എന്നിട്ടും പീപ്പിൾ യൂസ് ഇറ്റ്. നമുക്കിപ്പോൾ ആൾക്കാർ പലതിനെ പറ്റിയും വളരെ അവെയറാണ്. നമ്മൾ എഴുതി കൊടുക്കുന്ന ഒരു മെഡിസിനൊക്കെ ആൾക്കാർ ഗൂഗിൾ ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യുള്ളൂ. ബട്ട് ദേ ആർ ഓക്കെ വിത്ത് ഗോയിങ് ടു എ ഫാർമസി ആൻഡ് ബൈങ് മെലാക്കെയർ ആൻഡ് യൂസിങ് ഇറ്റ് പ്രൊലോങ്ഡ് ആയിട്ട്. പിന്നെ വൈറ്റനിങ് ക്രീം എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു കാറ്റഗറിയാണ്. അത് ആക്ച്വലി ലൈസൻസ്ഡും അല്ല. അതിലെ കണ്ടന്റ് എന്താണെന്ന് അത് ഉണ്ടാക്കുന്നവർക്ക് പോലും അറിയാത്തൊരു കാര്യമാണ്.
ആൻഡ് വൈറ്റനിങ് ക്രീമിൻ്റെ ആണെങ്കിലും മെലാക്കെയറിൻ്റെ ആണെങ്കിലും ഇഷ്യൂസ് എന്ന് വെച്ചാൽ അതിൽ ഹൈലി പൊട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെറോയിഡ്സ് ഉണ്ട്. സ്റ്റെറോയിഡ്സ് ഉണ്ട്, ഹൈഡ്രോക്വിനോൺ ഉണ്ട്, അതുപോലെ ഹെവി മെറ്റൽസ്, മെർക്യൂറി ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ആരും അങ്ങനെ വെളുക്കല്ല ചെയ്യുന്നത്. യു ആർ ആക്ച്വലി തിന്നിങ് ഔട്ട് യുവർ സ്കിൻ. അപ്പോൾ ആ ഓ സ്കിന്ന് തിന്നാവുമ്പോൾ നമുക്ക് അടിയിലുള്ള ബ്ലഡ് വെസൽസ് ഒക്കെ കുറച്ച് ക്ലിയർ ആയിട്ട് കാണും. ഒരു ചുവന്ന പോലെ, ഒരു തുടുത്ത പോലെയൊക്കെ തോന്നും. നമ്മൾ സ്കിൻ ഡാമേജ് ഉണ്ടാക്കുമ്പോൾ വരുന്ന ഒരു ചേഞ്ചിനെ നമ്മൾ ആക്ച്വലി വെളുത്ത പോലെ തെറ്റിദ്ധരിക്കുക ചെയ്യുന്നത്. ഇതൊരു സൈഡ് ഇറ്റ്സ് എഫക്റ്റ് ആക്ച്വലി എ ആണ്. സൈഡ് എഫക്റ്റ്, യെസ്. ഓക്കെ. സോ ഇറ്റ്സ് നോട്ട് എൻ ഐഡിയൽ സിനാരിയോ. ഇത് യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഐ ഹാഡ് എ പേഷ്യൻറ്റ് 2 weeks ബാക്ക്. അപ്പോൾ അവർ 2 years ആയിട്ട് ഇതുപോലെ ഒരു വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടു ബിഗിൻ വിത്ത് ഷീ ഡിഡ്ന്റ് ഹാവ് എനി പ്രോബ്ലംസ്. ജസ്റ്റ് സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആയിക്കോട്ടെ, അത് ഇതുപോലെ തന്നെ മൈ ഫ്രണ്ട് സജസ്റ്റഡ്, അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ 2 years ആയിട്ട് ഈ ക്രീം യൂസ് ചെയ്തപ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്ന് വെച്ചാൽ സ്കിൻ അങ്ങ് ഭയങ്കര തിന്നായി, ബ്ലഡ് വെസൽസ് ഒക്കെ നല്ല പ്രോമിനൻ്റ് ആയിട്ട് വിസിബിളായി, റെഡായി. ആൻഡ് ചെറിയ വെയിൽ കൊണ്ടാൽ പോലും മുഖം പുകച്ചിൽ വരാൻ തുടങ്ങി. ആൻഡ് നേരത്തെ ആക്നിയൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. സിവിയർ ആയിട്ട് ആക്നി വരാൻ തുടങ്ങി, അൺവാണ്ടഡ് ഹെയർ ഗ്രോത്ത് വരാൻ തുടങ്ങി. ആൻഡ് ദ മോസ്റ്റ് ഡിസ്ട്രെസ്സിങ് പാർട്ട് ഇസ്, ഈ ഒരു വൈറ്റനിങ് ക്രീമിനോട് നമുക്കൊരു തരം അഡിക്ഷൻ വരും. ഇറ്റ്സ് ലൈക്ക് ഒരു ആൽക്കഹോൾ അഡിക്ഷൻ പോലെ. നമ്മൾ എപ്പോൾ ഇത് നിർത്താൻ നോക്കുന്നോ അപ്പോഴൊക്കെ ഒരു വിഡ്രോവൽ സിംറ്റംസ് വരും. ദ സ്കിൻ ബിക്കംസ് മോർ ഡാർക്ക്. പിന്നെ നമുക്ക് പുകച്ചിൽ, ചൊറിച്ചിൽ, അങ്ങനെ പല ഡിഫിക്കൽട്ടീസും വരും. അപ്പോൾ അത് മൊത്തത്തിലൊരു ക്രൈസിസിലോട്ടാണ് ഈ കുട്ടിയെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഫോർ എ വൈൽ വി ഹാവ് ബീൻ ആസ്കിങ് ഹൗ ടു സ്റ്റോപ്പ് ഇറ്റ്. ബട്ട് ഇതന്നെ ഒരു ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു കൺവിൻസ് ദ പേഷ്യൻ്റ് ഓൾസോ ഇത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കേസസ് ശരിക്കും പറഞ്ഞാൽ പ്രൊലോങ്ഡ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. മോർ ദാൻ 6 months to 1 year ഒക്കെ ട്രീറ്റ് ചെയ്താലേ നമുക്ക് കുറച്ചെങ്കിലും പഴയ അവസ്ഥയിലോട്ട് എത്താൻ പറ്റുള്ളൂ. പലപ്പോഴും ഈ ഡാമേജ് പെർമനൻറ്റും ആണ്. സോ യു ഷുഡ് ഓൾവേസ് തിങ്ക് വെദർ കുറച്ചൊരു ഫെയർനെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും വലിയ റിസ്ക് എടുക്കണോ എന്നുള്ളത്. അപ്പാർട്ട് ഫ്രം ദ സ്കിൻ ചേഞ്ചസ്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കിഡ്നീനൊക്കെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ഹൗ കം ദാറ്റ് ഹാപ്പൻ? അതാണ് എനിക്ക് മനസ്സിലാവാത്ത ഒരു പാർട്ട്. ഇപ്പൊ സ്കിൻ കെയർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തിട്ട് ആ. കിഡ്നിക്ക് പ്രശ്നം വന്നോണ്ട് ന്യൂസ് ഒക്കെ വന്ന് നമ്മൾ എല്ലാവരും അറിയുന്ന ഒരു കാര്യം. അതെങ്ങനെയാണ് ആ സംഭവിക്കുന്നത്? നമ്മൾ സ്കിന്നിൽ അബ്സോർബ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ സിസ്റ്റമിക് ആയിട്ട് അബ്സോർബ് ആവും, ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചില സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ പ്രഗ്നന്റ് വുമൻ യൂസ് ചെയ്യരുതെന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ക്യാൻ എഫക്ട് ദ ബേബി ആസ് വെൽ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിലെ ഹെവി മെറ്റൽസ് ഒക്കെ ഇന്റേണലി അബ്സോർബ് ആയിട്ട് അത് കിഡ്നീനെ ബാധിച്ചിരിക്കുകയാണ്. ഒരു നെഫ്രോപ്പതി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. സോ സംതിങ് ദാറ്റ് യു ആർ അപ്ലൈയിങ് ടു ബിക്കം ഫെയർ ക്യാൻ ആക്ച്വലി എഫക്ട് യുവർ ഇന്റേണൽ ഹെൽത്ത് ഓൾസോ. അത്രയും വലിയൊരു റിസ്ക് എടുത്ത് വെളുക്കണമെന്നുള്ളത് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പം വൈറ്റനിങ് എന്ന് പറയുന്ന ഈ ഒരു കാര്യമല്ലാതെ തന്നെ ഇപ്പം എല്ലാവരും ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടെയാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അതെ, അപ്പം സൺസ്ക്രീൻ ഈസ് എ പാർട്ട് ഓഫ് എവറിബഡീസ് ഡെയിലി റുട്ടീൻ. റൂട്ടീൻ. അതെ. ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഈ ഒരു മാർക്കറ്റിംഗ് ഹൗ കം ദാറ്റ് ഹാപ്പൻ എന്നുള്ളത് നമുക്ക് കുറേ കാലം മുന്നേ പോകേണ്ടിയിരിക്കുന്നു. പക്ഷെ എന്നാലും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ആക്ച്വലി പറയുന്ന ഗുണങ്ങളൊക്കെ ഉണ്ടോ? ഈസ് ഇറ്റ് ആക്ച്വലി നെസസറി നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ? സൺസ്ക്രീനെ കുറിച്ചുള്ള അവയർനെസ് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ബിക്കോസ് അവർ കുറച്ചും കൂടി നമ്മളെക്കാളും സ്കിൻ ക്യാൻസറിനോട് പ്രോണാണ്. അവർക്ക് നമ്മളെപ്പോലെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള മെലാനിൻ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് സ്കിൻ ക്യാൻസേഴ്സ് ഒക്കെ വരാനുള്ള റിസ്ക് കൂടുതലാണ്. സോ അവർ സൺസ്ക്രീൻ പണ്ട് മുതലേ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊരു പുതിയ കോൺസെപ്റ്റാണ്. നമ്മളൊന്നും ഇപ്പോൾ കുട്ടിക്കാലത്ത് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ദിസ് ഇസ് സംതിങ് ന്യൂ. ബട്ട് സൺസ്ക്രീൻ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ UV റേസ് കാരണം ഉണ്ടാകുന്ന സ്കിൻ ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഈ സ്കിൻ ഡാമേജ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി സ്കിൻ ക്യാൻസേഴ്സ്, ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഫോട്ടോ ഏജിങ്, അതായത് ഈ സൺലൈറ്റ് കൊള്ളുമ്പോൾ മുഖത്ത് ചുളിവുകളും ഫൈൻ ലൈൻസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. ഇറ്റ് ക്യാൻ ബി പിഗ്മെൻറ്റേഷൻ. ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. സൺസ്ക്രീൻ ഡെയിലി ഒരു റുട്ടീനായിട്ട് ഫോളോ ചെയ്യുന്നത് ആക്ച്വലി സ്കിന്നിൻ്റെ ബെനിഫിഷ്യൽ തന്നെയാണ്. ഇപ്പം സൺസ്ക്രീൻ ഇപ്പൊ പൊതുവേ ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പൊ പുറത്ത് വെയിലത്തേക്ക് പോകുമ്പോൾ മാത്രമല്ല ഡെയിലി നമ്മളൊരു സ്കിൻ കെയർ റുട്ടീൻ, ഇപ്പൊ മോയ്സ്ചറൈസർ ഇതാക്കി കഴിഞ്ഞാൽ സൺസ്ക്രീനും ചെയ്യണം. ഈവൻ ദോ ഇപ്പൊ വീടിനകത്ത് ഇരിക്കുകയാണെങ്കിൽ പോലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഞാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഈ മഴക്കാലത്ത് വലിയ സൂര്യനൊന്നും ഇല്ലല്ലോ, അപ്പൊ പിന്നെ അതിടണം, എന്നാലും ഇടണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ആക്ച്വലി എല്ലാ ദിവസവും എല്ലാ ക്ലൈമറ്റിലും യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണോ സൺസ്ക്രീൻ? തീർച്ചയായിട്ടും. ബിക്കോസ് നമ്മുടെ ഇപ്പോൾ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഒരു പിഗ്മെൻറ്റേഷനോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ വെൻ യു ആർ കൺസേൺഡ് വിത്ത് ദ പിഗ്മെൻറ്റേഷൻ യു ഹാവ് ടു ഗിവ് കംപ്ലീറ്റ് ഫോട്ടോ പ്രൊട്ടക്ഷൻ. നമ്മളിപ്പോൾ ഈവൻ വീടിൻ്റെ അകത്തിരുന്നാലും ജനലിൽ കൂടെയൊക്കെ കുറച്ച് വെയിലടിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇന്റേണലി നമ്മൾ മിക്കവാറും സിസ്റ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്, ഫോൺ യൂസ് ചെയ്യുന്നവരാണ്, അതിൽ നിന്ന് ബ്ലൂ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ സൺസ്ക്രീൻസിന് സാധിക്കും. മഴക്കാലത്തും ആക്ച്വലി എ ലോട്ട് ഓഫ് സൺലൈറ്റ് ഇസ് ആക്ച്വലി റീച്ചിങ് അവർ സ്കിൻ.
സോ ഇത് നമ്മൾ ഡെയിലി ഇപ്പോൾ കുളിക്കുന്ന പോലെയൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സൺസ്ക്രീൻ ഷുഡ് ബി എ ഹാബിറ്റ് ഡെയിലി. ഇപ്പൊ നമ്മൾ ഈ സ്കിൻ ക്യാൻസറിനെ പറ്റി സംസാരിച്ചു. പല ആൾക്കാർക്കും അവെയറേ അല്ല എന്താണ് സ്കിൻ ക്യാൻസർ, എങ്ങനെയാണ് വരുന്നത്, അതിന്റെ സിംറ്റംസ് എന്താണ്. ആൻഡ് റീസെന്റ് ഐ സോ വീഡിയോ, വൺ ഗായ് എന്തോ ഒരു വീഡിയോ ഇട്ട് ലൈവിൽ വന്ന ശേഷം ഏതോ ഒരാൾ കമന്റ് ഇട്ടു, ബ്രോ യു ഹാവ് ടു മീൻ ഒരു കൺസൾട്ട് ഡോക്ടർ, സ്കിന്നിന് എന്തോ പ്രോബ്ലം ഉണ്ട്. ആക്ച്വലി ഹി ഹാഡ് എ സ്കിൻ ക്യാൻസർ. എന്നിട്ട് അയാൾ അത് അപ്പൊ തന്നെ പോയി ഡോക്ടറെ കാണിച്ച് അയാളത് ഓക്കെ ആക്കി വന്നിട്ട് ഭയങ്കര താങ്ക് യു നോട്ടൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു സിംറ്റം ഒക്കെ എങ്ങനെ മനസ്സിലാവുന്നത്, നമുക്ക് ഇങ്ങനെയൊക്കെ പ്രോബ്ലം ഉണ്ട്, ആൻഡ് എങ്ങനെയാണ് സ്കിൻ ക്യാൻസർ ഉണ്ടാവുന്നത്? സ്കിൻ ക്യാൻസറിന്റെ ഏറ്റവും കോമൺ കോസ് എന്ന് പറയുന്നത് UV റേഡിയേഷൻ ആണ്, സൺലൈറ്റ് തന്നെയാണ്. മറ്റു പല കാരണങ്ങളും ഉണ്ട്. നമുക്ക് ഏജ് അഡ്വാൻസ് ആകുമ്പോൾ പിന്നെ കുറേ ട്രിഗർ ഫാക്ടേഴ്സ് ഉണ്ട്. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് UV റേഡിയേഷൻ, ആൻഡ് ദാറ്റ് ഇസ് വെയർ സൺസ്ക്രീൻ കംസ് ഇൻ ടു പ്ലേ. സ്കിൻ ക്യാൻസറിനെ ഡയഗ്നോസ് ചെയ്യാന്ന് പറയുമ്പോൾ സ്കിൻ ക്യാൻസർ ആക്ച്വലി പല തരത്തിലുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരേ സിംറ്റംസ് അല്ല. നമ്മൾ ആസ് എ ലേമാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു കറുത്ത പാട് അല്ലെങ്കിൽ ശരീരത്തിൽ വരുന്ന എന്തെങ്കിലും ഒരു പാട് പെട്ടെന്ന് അതിൻ്റെ സൈസ് കൂടുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറുന്നു, അതിൽ നിന്ന് ബ്ലഡ് വരുന്നു, ഡിസ്ചാർജ് വരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് അതിൽ പെയിൻ വരുന്നു, യു ഷുഡ് ബി കൺസേൺഡ്. ഓക്കെ, മോസ്റ്റ്ലി സൺ എക്സ്പോസ്ഡ് ഏരിയയിൽ തന്നെയാണ് സ്കിൻ ക്യാൻസേഴ്സ് പ്രസൻറ്റ് ചെയ്യാറ്. അപ്പോൾ സ്കിന്നിൽ നിങ്ങൾക്ക് ഒരു നോർമൽ അല്ലാതെ തോന്നുന്ന എന്തൊരു ലീഷൻ ആണെങ്കിലും, എന്തൊരു പാടാണെങ്കിലും അതൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് പെട്ടെന്ന് എക്സാമിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. പലതരം സ്കിൻ ക്യാൻസേഴ്സ് ഉണ്ട്. ഇപ്പോൾ മെലനോമ എന്ന് പറയുമ്പോൾ കൂടുതൽ ഒരു കറുത്ത പാടായിട്ടായിരിക്കും. ബേസൽ സെൽ കാർസിനോമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതലും ഒരു പാലുണ്ണി പോലത്തെ പാടായിട്ടായിരിക്കും വരുന്നത്, ഒരു കുരു പോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് വേർതിരിച്ചറിയാൻ ഒരു ഡോക്ടർക്കേ സാധിക്കുകയുള്ളൂ. എന്തായാലും പെട്ടെന്ന് നിങ്ങളുടെ ഇപ്പോൾ നേരത്തെ നമുക്കുള്ള ഒരു മറുകാണെങ്കിലും അതിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസേൺഡ് ആയിരിക്കണം. ഇപ്പൊ എങ്ങനെ സൺസ്ക്രീൻ ആക്ച്വലി നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്? ഇപ്പൊ 2 ഫിംഗർ റൂള്, 3 ഫിംഗർ റൂൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൺസ്ക്രീൻ ഇത്ര സമയം വരെ അതിന്റെ ആക്ടിവേഷൻ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് വീണ്ടും റീഅപ്ലൈ ചെയ്യണം എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അപ്പൊ അതിന്റെ പ്രൊസീജിയർ വരുന്നത്? സൺസ്ക്രീൻ നമ്മൾ ഐഡിയലി അപ്ലൈ ചെയ്യുന്നത് നമ്മൾ പുറത്ത് പോകുന്നതിന് ഒരു അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സ് ബിഫോർ ആണ്. ആ സ്കിന്നിലേക്ക് അത് അബ്സോർബ് ചെയ്യാനുള്ളൊരു ടൈം അതിനെ അനുവദിക്കണം. ഓക്കെ, അപ്ലൈ ചെയ്യേണ്ട വോളിയം എന്ന് പറയുന്നത് ഫേസിനും നെക്കിനും ആണെങ്കിൽ 2 ഫിംഗർ ലെങ്ത് ആണ്. ആക്ച്വലി 2 ഫിംഗർ ലെങ്ത്സ് കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യണം. ഇനി നമ്മുടെ നോസൽ ചെറുതാണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു തിൻ സ്ട്രീമേ വരുന്നുള്ളൂ എങ്കിൽ യു ഹാവ് ടു ടേക്ക് അറ്റ്ലീസ്റ്റ് 3 to 4 ഫിംഗർ ലെങ്ത്സ്. അപ്പോൾ അത് നമുക്ക് പോകെ പോകെ അപ്ലൈ ചെയ്യുമ്പോൾ എത്ര വോളിയം വേണം എന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു ഡു. നമ്മൾ രാവിലെ അപ്ലൈ ചെയ്ത സൺസ്ക്രീനിന്റെ എഫക്റ്റ് ആക്ച്വലി ഒരു 2-3 hours കഴിയുമ്പോൾ തീരും. സോ ദെൻ യു ഹാവ് ടു റീഅപ്ലൈ സൺസ്ക്രീൻ. അപ്പോൾ റീആപ്ലിക്കേഷന് അഗൈൻ ഐഡിയലി ഇപ്പോൾ നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ശരിക്കും യു ഹാവ് ടു, ദി ഐഡിയൽ വേ വുഡ് ബി ടു വാഷ് യുവർ ഫേസ് ആൻഡ് റീഅപ്ലൈ സൺസ്ക്രീൻ. ബട്ട് അത് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. റീആപ്ലിക്കേഷന് പിന്നെ യു ക്യാൻ യൂസ് പ്രോഡക്ട്സ് ലൈക്ക് സൺസ്ക്രീൻ സ്റ്റിക്സ് ആൻഡ് ഓൾ, വലിയ കുഴപ്പമില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ കറക്റ്റ് അളവിൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. യു വിൽ ഗോ ആൻഡ് പർച്ചേസ് എ സൺസ്ക്രീൻ. നമുക്കിപ്പോൾ SPF 50, മോർ ദൻ SPF 50, 80, 100 ഒക്കെ പോയി വാങ്ങിക്കും. ബട്ട് അത് ആകെ ഇത്രേ അപ്ലൈ ചെയ്യുന്നുള്ളെങ്കിൽ there's no point. It won't give you the protection that it's advertising. അപ്പോൾ കറക്റ്റ് അളവിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ കൊണ്ടുള്ള ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. വെയിലിൽ അല്ലെങ്കിൽ സണ്ണിൽ എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന പ്രശ്നമാണ് ടാൻ അടിക്കുക എന്ന് പറയുന്നത്. അപ്പം അത് ചിലപ്പോൾ ഒരുപാട് പേര്, ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും ടാൻ ആവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ പേര് ഈ ഹോം റെമഡീസ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഇപ്പം കോഫി പൗഡറിൽ കുറച്ച് നാരങ്ങ ഒഴിച്ച് ചെയ്യുക, അങ്ങനെയെങ്കിൽ തക്കാളി പുറത്ത്, അതായത് ഏറ്റവും കൂടുതൽ ടാനിൽ ഞാൻ കണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് പോയി വന്നു കഴിഞ്ഞാൽ ഫേസ് വാഷ് ചെയ്തിട്ട് കേടും ഈ തക്കാളി നീരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ള. അപ്പൊ അങ്ങനത്തെ ഹോം റെമഡീസ് ആക്ച്വലി ഡേഞ്ചറസ് ആണോ, അല്ലെങ്കിൽ വർക്ക്ഔട്ട് ആവുന്ന ഹോം റെമഡീസ് ഉണ്ടെങ്കിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? നമുക്ക് ടാൻ പ്രിവെൻഷനിൽ നമ്മൾ നോക്കുമ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് സൺസ്ക്രീൻ ആണ്. പിന്നെ തിരിച്ച് വന്നിട്ട് നമുക്ക് ഒരുപാട് പേർക്കുള്ളൊരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ടാന് സ്ക്രബ് ഓഫ് ചെയ്ത് കളയാം എന്നുള്ളതാണ്. അതിൽ നിന്നാണ് ഈ ഒരു കോഫി പൗഡറും ലൈമൊക്കെ ഉത്ഭവിക്കുന്നത്. ബട്ട് ആക്ച്വലി സ്ക്രബിങ് യുവർ സ്കിൻ വിൽ മേക്ക് യുവർ പിഗ്മെന്റേഷൻ വേഴ്സ്. നമ്മുടെ ആ ഒരു പ്രൊട്ടക്റ്റീവ് ടോപ്പ് ലെയർ നമ്മൾ സ്ക്രബ് ഓഫ് ചെയ്ത് കളയും. അന്നേരം നമുക്ക് എന്തോ ഒരു ഗ്ലോ ഒക്കെ വന്ന പോലെ തോന്നും. ബട്ട് ഇറ്റ്സ് ആക്ച്വലി ഡാമേജിങ് യുവർ സ്കിൻ. നെക്സ്റ്റ് ടൈം നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും യുവർ സ്കിൻ വിൽ ടാൻ മോർ. ആൻഡ് ലൈം ഇതുപോലെ തന്നെ, ലെമൺ ഒരു ഹൈലി ഫോട്ടോ സെൻസിറ്റൈസിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ സ്കിൻ ആക്ച്വലി കൂടുതൽ സെൻസിറ്റീവ് ആവും. അതേപോലെ തന്നെയാണ് മഞ്ഞൾ അപ്ലൈ ചെയ്ത് പുറത്ത് പോകുമ്പോൾ യു ക്യാൻ ആക്ച്വലി ഗെറ്റ് സൺ അലർജി. സൺ എക്സ്പോഷർ വരുമ്പോൾ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. സോ ഹോം റെമഡീസിന്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കോൺസെൻട്രേഷനെ പറ്റിയ ഒരു ഐഡിയ കിട്ടൂല. അത് എത്ര എടുക്കണം എന്നുള്ളതും
അല്ല അങ്ങനെ. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഇപ്പോൾ ഈ ഒരു നാരങ്ങ നമ്മൾ പിഴിയുമ്പോഴത്തേക്കും യു ഡോണ്ട് നോ ഹൗ മച്ച് വിറ്റമിൻ സി ഇസ് ദർ, വാട്ട് ഉം. പെർസെൻറ്റേജ് ഓഫ് വിറ്റമിൻ സി ഇസ് ദർ. ഇപ്പോൾ ടൊമാറ്റോ എടുക്കുവാണെങ്കിൽ യു ഡോണ്ട് നോ അതിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ ലൈക്കോപ്പീനൊക്കെ എത്രയുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും ഓക്കെ വാട്ട് എവർ 2% സാലിസിലിക് ആസിഡ്, ലാക്ടിക് ആസിഡ് എന്താണെന്ന് വെച്ചാൽ എഴുതിയിട്ടുണ്ടാവും. ബട്ട് നമ്മുടെ വീട്ടിലെ പൊടിക്കൈയിലൊന്നും അതുണ്ടാവില്ല. ഉം. നമുക്ക് എത്രയാണ് അതിൽ ആക്ച്വലി ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ഉള്ളതെന്നൊന്നും നമുക്കറിയില്ല. സോ പൊടിക്കൈകൾ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഏതെങ്കിലും ഒരു നല്ല ഹെൽത്തി പ്രാക്ടീസ് ഉണ്ടോ അങ്ങനെ? ഇപ്പൊ നമ്മള് പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ ഈ സ്കിൻ പ്രോഡക്ട്സ് അല്ലാതെ ഉം. ഇപ്പൊ വീട്ടിൽ തന്നെ നമുക്ക് കിട്ടാവുന്ന എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാണെങ്കിലും ഈ ഒരു അളവിലാണെങ്കിലും കുഴപ്പമില്ല അത് യൂസ് ചെയ്യുന്നതിന്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പൊതുവെ റെക്കമെൻഡ് ചെയ്യാറില്ല. ബട്ട് ഐ തിങ്ക് ഓട്ട് മീൽ ഇസ് എ റിലേറ്റീവ്ലി സേഫ് ഓപ്ഷൻ. അധികം സ്ക്രബ് ചെയ്യാതെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവർക്ക് ഓട്ട് മീൽ ഫേസ് പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് കുറച്ച് ബെനിഫിഷ്യൽ ആണ്. ഓക്കെ, ഗ്രേറ്റ്. ഇപ്പം അടുത്ത ടോപ്പിക്കിൽ നമ്മൾ വരുമ്പോൾ മേക്കപ്പ് എന്ന് ഉം. പറയുന്ന ഒരു ഏരിയ ആ. ആണ്. മേക്കപ്പ് ഇപ്പം നേരത്തെ പറഞ്ഞു സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഉം. റീഅപ്ലൈ ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ അതെ. കുറേ തലവേദനകളുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു മേക്കപ്പ് ഇടുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് പ്രൈമർ ഇട്ട് ഉം. പിന്നെ അതിൻ്റെ മേലെ മേക്കപ്പ് ചെയ്ത് ഫൗണ്ടേഷൻ അങ്ങനെ കുറേ പ്രോഡക്ട്സ് നമ്മുടെ സ്കിന്നിൽ യൂസ്ഡ് ആവുന്നുണ്ട്. യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പോസ് എല്ലാം കൂടെ ക്ലോഗ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതെ. ആക്ച്വലി മേക്കപ്പ് ഹെൽത്തി ആണോ സ്കിന്നിന്? സി ആസ് എ ഡെർമറ്റോളജിസ്റ്റ് എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഫേസ് വാഷ് ചെയ്ത് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ യൂസ് ചെയ്യുക ആൻഡ് സ്റ്റോപ്പ് വിത്ത് ദാറ്റ്. ബട്ട് ആസ് എ വുമൺ നമുക്ക് മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ യു ടെൻ ടു ലുക്ക് ഗുഡ്. വെൻ യു ലുക്ക് ഗുഡ് യു ഫീൽ ഗുഡ് ആൻഡ് ദാറ്റ് ഈസ് അഗൈൻ ഗുഡ് ഫോർ സ്കിൻ ഹെൽത്ത്. സോ മേക്കപ്പ് നമ്മൾ ഒരുങ്ങാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ്സ് നോട്ട് ബാഡ് ഫോർ സ്കിൻ ബട്ട് ഇറ്റ്സ് നോട്ട് ഗുഡ് ഓൾസോ. വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇസ് മേക്കപ്പ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സോപ്പ് ഇട്ട് കഴിക്കാൻ മേക്കപ്പ് പോകില്ല. യു ഹാവ് ടു യൂസ് സംതിങ് ലൈക്ക് മൈസലർ വാട്ടർ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ക്ലെൻസ് ചെയ്യണം. എന്നാലേ ആ ഒരു മേക്കപ്പ് കംപ്ലീറ്റ്ലി പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പോർസ് ഒക്കെ ക്ലോഗ് ചെയ്യാനും അത് അവിടെ അടിഞ്ഞുകൂടാനൊക്കെ ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ. ഇപ്പൊ ഈ മേക്കപ്പിൽ തന്നെ ഒരുപാട് പേര് ഈ ബ്രഷ് യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഈ സ്പഞ്ച് യൂസ് ചെയ്യുമ്പോഴൊക്കെ ഇതും ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഡെഫിനറ്റ്ലി സ്കിന്നിലേക്ക് അതെ. യൂസ് ചെയ്യുന്നതെന്നുള്ളൊരു ഐഡിയ ഇല്ല. ഉം. അത് നമ്മൾ എത്ര ദിവസം കഴിഞ്ഞാലാണ് ഇത് വാഷ് ചെയ്യണം, അങ്ങനത്തെ കുറെ കാര്യമുണ്ട്. അങ്ങനെ ഒരു ഡേ ഒക്കെ നമുക്ക് പറയാൻ പറ്റും ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണം അങ്ങനെയൊക്കെ? സി മേക്കപ്പ് ബ്രഷസ് ആക്ച്വലി ആഫ്റ്റർ എവറി യൂസ് യു ഷുഡ് വാഷ് ഇറ്റ്. ബിക്കോസ് നമ്മൾ അതിൽ ഇരിക്കുന്ന ഇപ്പോൾ നമ്മുടെ കോമ്പാക്റ്റിൻ്റെ പൗഡർ ആണെങ്കിലും ബ്ലഷിൻ്റെ ക്രീം ആണെങ്കിലും വട്ടെവർ അതൊക്കെ ബാക്ടീരിയ വളരാനുള്ള ഒരു മീഡിയമാണ്. അപ്പോൾ ഐഡിയലി നമ്മളിപ്പോൾ തോർത്താണെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യണം. സോ മേക്കപ്പ് ബ്രഷസ് ആർ നോ ഡിഫറെൻറ്റ്. യു ഷുഡ് വാഷ് ഇറ്റ് ആഫ്റ്റർ എവറി യൂസ്. ഈ സൺസ്ക്രീൻ തന്നെ കറക്റ്റ് ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണ്ടെന്ന് പറഞ്ഞു തന്നു. അപ്പൊ ഇത് റോങ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സൺസ്ക്രീനിൻ്റെ റോങ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മിക്കവാറും നമുക്ക് കാണുന്നത് അണ്ടർ ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ സൺസ്ക്രീൻ എത്ര അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പറയുന്നത് ഇത്ര അപ്ലൈ ചെയ്തു എന്നൊക്കെയാണ്. സോ ദെൻ യു വോണ്ട് ഗെറ്റ് ദ റിസൾട്ട്സ് ദാറ്റ് ഈസ് നീഡഡ്. അപ്പോൾ എനിക്ക് പിഗ്മെൻറ്റേഷൻ ഉള്ളൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. സോ സൺസ്ക്രീനും പിഗ്മെൻറ്റേഷനുള്ള ക്രീംസൊക്കെ എഴുതി ഷി കെയിം ബാക്ക് ആഫ്റ്റർ 3 months ആൻഡ് ഷി ടോൾഡ് മീ ഒരു മാറ്റമില്ല, പിഗ്മെൻറ്റേഷനൊക്കെ അതുപോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ക്രീംസും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ വീണ്ടും പ്രിസ്ക്രിപ്ഷനിൽ സൺസ്ക്രീൻ എഴുതാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു സൺസ്ക്രീൻ എഴുതണ്ട ഡോക്ടറെ, അതുണ്ട്, കഴിഞ്ഞ വർഷം വാങ്ങിച്ച സൺസ്ക്രീൻ കയ്യിലിരിപ്പുണ്ടെന്ന്. അപ്പോൾ ഇറ്റ് ഹാസ് ബീൻ 3 months സിൻസ് ഹർ പ്രീവിയസ് കൺസൾട്ടേഷൻ. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ യൂസ് ചെയ്യുന്നില്ലേ? കുറച്ച് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്, ഇനിയും കുറേ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ദാറ്റ്സ് വെൻ ഐ റിയലൈസ്ഡ് ഓക്കെ ഷീ ഈസ് നോട്ട് ബീൻ യൂസിങ് സൺസ്ക്രീൻ പ്രോപ്പർലി. അപ്പോൾ നമുക്ക് ഐഡിയലി നമ്മൾ സൺസ്ക്രീൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 50 ഗ്രാമിൻ്റെ ട്യൂബ് ഒരു 3 to 4 വീക്സിന് മേലെ പോകാൻ പാടില്ല. അതിനുള്ളിൽ ആ സൺസ്ക്രീൻ ട്യൂബ് ഷുഡ് ഗെറ്റ് ഓവർ ഇഫ് യു ആർ യൂസിങ് ഇറ്റ് പ്രോപ്പർലി. ഓക്കെ. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ഇപ്പൊ പൊതുവെ എല്ലാവരും ഇപ്പൊ ചെറിയൊരു ഇതിട്ട് ഈ മോയ്സ്ചറൈസർ പറ്റുന്ന അതേ റേഞ്ചിലായിരിക്കും അതെ, സൺസ്ക്രീനും യൂസ് ചെയ്യണ്ടാവുക. കാരണം മിക്കതും പ്രോഡക്ട്സ് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര ഓയിലി ഓയിലി ആയിട്ട് കൺസിസ്റ്റൻസി ആയിട്ട്. അതാവുമ്പോ തന്നെ ആൾക്കാർക്ക് കുക്ക് ചെയ്ത് ഭയങ്കര ഒരു ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു അതെ, അതെ. തോട്ടിലാണ് വരുന്നത്. ഇപ്പൊ മേക്കപ്പിന്റെ കാര്യത്തിൽ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വിമൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സ്കിൻ കെയറിന്റെ ഒരു പാർട്ടായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ലിപ്സ്റ്റിക് അതെ, അതെ, അതെ. എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മള് മോയ്സ്ചറൈസർ ഇടുന്നു, സൺസ്ക്രീൻ ഇടുന്നു, പക്ഷെ ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ട് പുറത്തിറങ്ങാൻ അതെ, അതെ. കോൺഫിഡന്റ് ആണ് എല്ലാവരും, കോൺഫിഡന്റ് ആണ്, അതെ, Yeah. സത്യം. ഞാനടക്കം. അതെ. അപ്പൊ ഈ ലിപ്സ്റ്റിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മുടെ ലിപ്പ് പിഗ്മെന്റ് ആക്കുന്നതിനും? അല്ലെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക്കും ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കണോ? ഇനി അതെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടോ? ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഇഷ്യൂസ് ആണ് മെയിനായിട്ട് കാണുന്നത്. ഒന്ന് ലിപ്പ് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത് ലിപ്പ് പിഗ്മെന്റേഷൻ വരുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് മോർ കോമൺ വിത്ത് ദ മാറ്റ് ഫിനിഷ് ലിപ്സ്റ്റിക്സ്.
മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്സ്, ഡാർക്ക് കളേഴ്സ്, അതിനൊക്കെയാണ് ഇത് കൂടുതൽ കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ ലിപ്സ്റ്റിക് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ പരമാവധി ന്യൂഡായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള കളേഴ്സ്, അങ്ങനത്തെ ക്രീമി ആയിട്ടുള്ള ഫോമുലേഷൻസ്, ന്യൂഡായിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഒഴിവാക്കി ആ ഒരു ബുള്ളറ്റ് ടൈപ്പ് തന്നെ യൂസ് ചെയ്യുക. പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ലിപ്സ്റ്റിക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലെൻസ് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യുക എന്നുള്ളത്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇഫ് ദാറ്റ് ലിപ്സ്റ്റിക് ഇസ് നോട്ട് ദെയർ ഓൺ യുവർ ലിപ്സ്, ഒരു പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് കുറവാണ്. ആൻഡ് ഓഫ് കോഴ്സ് ലിപ് ബാം യൂസ് ചെയ്യുന്നത് ഒരു നോൺ നെഗോഷ്യബിൾ ആസ്പെക്ട് ആണ്. ലിപ് ബാം മോർണിംഗും ഈവനിങ്ങും ഒക്കെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്പൊ ഇതേപോലെ വാസ്ലിൻ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ലിപ്പില്. അത് ആക്ച്വലി നല്ലതാണോ വാസ്ലിൻ? വാസലീൻ ഇസ് പെർഫെക്റ്റ്ലി ഓക്കെ. നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കിട്ടുന്ന ഒരു ലിപ് ബാം അല്ലേ. സോ ഇഷ്യൂസ് ഒന്നുമില്ല. വാസലീൻ നമ്മൾ പണ്ടേ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഡ്രൈ സ്കിന്നിനും അതെ, ലിപ്സിനും അതെ. ദിസ് ഇസ് സംതിങ് യു ക്യാൻ പെർഫെക്റ്റ്ലി യൂസ്. അറ്റ്ലീസ്റ്റ് നൈറ്റ് ടൈം ഒക്കെ യൂസ് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ ഈ അതേപോലെ തന്നെ റെറ്റിനോൾ എന്ന് പറയുന്ന ഉം. ഒരു കാര്യം ഇപ്പം എല്ലാവരും ഇപ്പോഴാണ് സൺസ്ക്രീൻ പഠിച്ച പോലെ തന്നെ റെറ്റിനോൾ റെറ്റിനോൾ എന്താണെന്ന് അതെ. ഇപ്പോഴാണ് ആൾക്കാർ അറിയുന്നത്. നമ്മുടെ അതെ. മുഖത്തെ ചുളിവുകള് കാര്യങ്ങൾ ഇതെല്ലാം ഒരു ഉം. പരിധി വരെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ Prevent പറ്റുന്ന ചെയ്യാൻ ഒരു പറ്റും. ഉം. പ്രോഡക്റ്റ് ആണ് റെറ്റിനോൾ ഉം. ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഉം. വരുന്നത്. അത് കുറച്ചുകൂടെ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചോദിക്കുന്നത് എന്താണ് റെറ്റിനോൾ ആൻഡ് വാട്ട് ഓൾ റെറ്റിനോൾ ഡസ്? ഓക്കെ. റെറ്റിനോൾ ബേസിക്കലി ഒരു വിറ്റാമിൻ എ ഡെറിവേറ്റീവ് ആണ്. നമ്മൾ പണ്ട് മുതലേ ആക്നിക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സംഭവം തന്നെയാണ് റെറ്റിനോളിന്റെ പല പല ഡെറിവേറ്റീവ്സ്. അപ്പോൾ അത് ആന്റി ഏജിങ് ബെനിഫിറ്റ് ഉണ്ട്, ബിക്കോസ് ഇറ്റ് ആക്ച്വലി പ്രൊമോട്ട്സ് കൊളാജൻ പ്രൊഡക്ഷൻ ഇൻ ദ സ്കിൻ. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ റെറ്റിനോൾ സ്കിൻ ടേൺ ഓവർ കൂട്ടും, അതായത് സ്കിന്നിനെ ജെന്റിലായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് ആ ഡെഡ് സ്കിന്നൊക്കെ പോവും, നമുക്ക് പിഗ്മെന്റേഷൻ കുറച്ചൊന്ന് കുറയും. അങ്ങനെയാണ് ഒരു ആന്റി ഏജിങ് ബെനിഫിറ്റ് കിട്ടുന്നത്. റെറ്റിനോളിന്റെ ബെനിഫിറ്റ്സ് ആക്ച്വലി വരാൻ കുറെ കൂടി ടൈം എടുക്കും. ഇറ്റ് ടേക്സ് അറ്റ്ലീസ്റ്റ് 4 to 5 months ടു ആക്ച്വലി ഷോ റിസൾട്ട്സ്. ആന്റി ഏജിങ്ങിന്റെ ഒരു കോൺസെപ്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഇറ്റ് ടേക്സ് മച്ച് മോർ ടൈം. പിന്നെ ദർ ഓൾ ദ ഹൈപ്പ് അബൌട്ട് റെറ്റിനോൾ, ബട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് പ്രഗ്നൻസിയിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അപ്പോൾ എല്ലാവരും അങ്ങ് എടുത്ത് ഉപയോഗിക്കാനും പാടില്ല. പ്രഗ്നൻസിയിലും ബ്രസ്റ്റ് ഫീഡിങ്ങിലും ആക്ച്വലി റെറ്റിനോൾ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ ഇപ്പം ഞാൻ ഇതിന്റെ ഇടയിലൊന്ന് കലർത്തി നോക്കി, പ്രഗ്നൻസിയിൽ ഉം. നമ്മൾ കുറേ പ്രോഡക്ട്സ് യൂസ് ചെയ്യരുത് എന്നിങ്ങനെ ഇപ്പൊ ഇടയിലിടയിൽ വരുന്നോണ്ടാണ്. അതെ. എന്തൊക്കെയാണ് ആക്ച്വലി പ്രഗ്നൻസി ടൈമിൽ നമ്മൾ സ്കിൻ കെയർ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ പ്രോഡക്ട്സ് നമ്മൾ ഇത് ചെയ്യാനേ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ? റെറ്റിനോൾ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ലാത്തത്. പിന്നെ എന്ന് വെച്ചാൽ സ്കിൻ ലൈറ്റനിങ്ങിൽ ചില ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ആൽഫ ആർബ്യൂട്ടൻ ഒക്കെ, അതൊക്കെ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ആൽഫ ആർബ്യൂട്ടൻ, ഹൈഡ്രോക്വിനോൺ, ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. പ്രഗ്നൻസിയിൽ ഐഡിയലി എന്തും നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനോടോ ഡെർമറ്റോളജിസ്റ്റിനോടോ ചോദിച്ചിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സ്ട്രെച്ച് മാർക്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ക്രീംസ് ഒക്കെ ആണെങ്കിലും ചിലതിൽ റെറ്റിനോൾസ് ഉണ്ടാവും. അപ്പോൾ അതൊന്നും ആക്ച്വലി പ്രഗ്നൻസിയിൽ അലൗഡ് അല്ല. നമ്മളിപ്പോൾ നെക്കിന് വരുന്ന ഡാർക്ക് പാച്ചസിനൊക്കെ യൂസ് ചെയ്യുന്ന ചില ക്രീംസ്, അതിലും റെറ്റിനോൾസ് ഉണ്ടാവും. അഗൈൻ പ്രഗ്നൻസിയിൽ അലൗഡ് അല്ല, ബ്രസ്റ്റ് ഫീഡിങ്ങിൽ അലൗഡ് അല്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ബോഡി ലോഷൻ ബോഡി മോയ്സ്ചറൈസറിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? യൂഷ്വലി നോ. മോസ്റ്റ് മോയ്സ്ചറൈസേഴ്സിൽ ബേസിക് ഇൻഗ്രീഡിയൻസേ ഉണ്ടാവുള്ളൂ. ഹൈലറോണിക് ആസിഡ്, സെറമൈഡ്സ്, പാരഫിൻ ഒക്കെ ഉണ്ടാവുള്ളൂ. ഓൾ ദാറ്റ് ഇസ് സേഫ് ഡ്യൂറിങ് പ്രഗ്നൻസി. ബേസിക് ഇപ്പോൾ ഒരു മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ സൺസ്ക്രീൻസിലോട്ട് വരുമ്പോൾ ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ ടു ചൂസ് ഫിസിക്കൽ സൺസ്ക്രീൻസ്. പ്യുവർ മിനറൽ സൺസ്ക്രീൻസ് മാത്രം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അത് മിനറൽ സൺസ്ക്രീൻ ഫിൽറ്റേഴ്സ് അങ്ങനെ ബ്ലഡ് സ്ട്രീമിലോട്ട് അങ്ങനെ അബ്സോർബ് ആവില്ല. ഓഫ് കോഴ്സ് അത് കൂടുതൽ അങ്ങനെ സ്റ്റഡി ചെയ്തിട്ടില്ല. ഈ സൺസ്ക്രീൻ ഫിൽറ്റേഴ്സ് ഉള്ളിലേക്ക് അബ്സോർബ് ആയി കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ള ലെവലിലോട്ട് സ്റ്റഡീസ് നടന്നിട്ടില്ല. ബട്ട് ടു ബി സേഫ് ഫിസിക്കൽ ഫിൽറ്റേഴ്സ് ആണ് മച്ച് ബെറ്റർ. അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആയിട്ടുള്ള ഒരു കാര്യം ഡാർക്ക് സർക്കിൾസ് ആണ്. അതെ. ഇപ്പം സ്ട്രെച്ച് മാർക്ക് പോലെ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഡാർക്ക് സർക്കിൾസ് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഒരുപാട് അണ്ടർ ഐ ക്രീംസ് ആ. കാര്യങ്ങളൊക്കെ ചെയ്താലും ഡാർക്ക് സർക്കിൾസ് നടന്നത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പം അതാണ്. ഇതെങ്ങനെ ആക്ച്വലി അറിയാം ഉറക്കക്കുറവാണ്. ഉം. ഈ ഉറക്കക്കുറവല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടർ കൊണ്ട് നമുക്ക് ഡാർക്ക് സർക്കിൾസ് വരുന്നുണ്ടോ? അത് നമുക്ക് മാറ്റാനുള്ള കാര്യങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഡാർക്ക് സർക്കിൾസ് ആക്ച്വലി പലതരം ഉണ്ട്. നമുക്കിപ്പോൾ യൂഷ്വലി നമ്മൾ ഡാർക്ക് സർക്കിൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു പിഗ്മെന്റേഷൻ എന്നുള്ളൊരു ഐഡിയ ആണ് വരുന്നത്. അങ്ങനെയുള്ള ഡാർക്ക് സർക്കിൾസിൽ നമ്മളൊരു പക്ഷേ ഐ സീറംസോ അണ്ടർ ഐ ക്രീംസോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് വരും. ബട്ട് ദർ ആർ അതർ ഫാക്ടേഴ്സ് ഓൾസോ. ജനറ്റിക് ആയിട്ട് വരാം. ചിലർക്ക് കണ്ണ് കുറച്ച് കുഴിഞ്ഞ് തന്നെ ഇരിക്കും. അപ്പോൾ ഫാമിലിയിലൊക്കെ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഡാർക്ക് സർക്കിൾസിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്രീംസോ സീറംസോ യൂസ് ചെയ്തിട്ട് വലിയ കാര്യമില്ല. അതിന് ഫില്ലർ പോലെയുള്ള ട്രീറ്റ്മെന്റ്സ് തന്നെ വേണ്ടി വരും. പിന്നെന്ന് വെച്ചാൽ ഐ സ്ട്രെയിൻ, രാത്രിയൊക്കെ ഉറക്കം ഒളിക്കുക, സ്ക്രീൻ നോക്കുന്നത്, അതൊക്കെ കുറച്ച് ഐ സ്ട്രെയിൻ വരുമ്പോൾ നമുക്ക് ഹോളോവിങ് കൂടും. പിന്നെ എന്ന് വെച്ചാൽ അലർജി ഉള്ളവർക്ക്, ഇപ്പൊ തുമ്മല്, ശ്വാസം മുട്ടലൊക്കെ ഉള്ളവർക്ക് ഐ റബ്ബ് ചെയ്യാനോ ഒരു ടെൻഡൻസി ഉണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് ഐ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡാർക്ക് സർക്കിൾസ് വരും. അപ്പോൾ അങ്ങനെയുള്ള ഡാർക്ക് സർക്കിൾസ് ആകുമ്പോൾ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റ് തന്നെ ചെയ്യേണ്ടി വരും.
ഇറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഡാർക്ക് സർക്കിൾസിലോട്ട് വരുമ്പോൾ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഇപ്പോൾ സൺസ്ക്രീൻ ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും യു ഷുഡ് നോട്ട് സ്കിപ്പ് ദി അണ്ടർ ഐ ഏരിയ. അവിടെ കുറച്ചും കൂടി ഡെലിക്കേറ്റ് ആണ് സ്കിൻ. ഇപ്പം നമുക്ക് സൺ എക്സ്പോഷർ കാരണം ഉണ്ടാകുന്ന സ്കിൻ ഡാമേജ് ഒക്കെ അവിടെ വരാൻ ചാൻസ് കൂടുതലാണ്. സോ ബേസിക് സ്കിൻ കെയർ പ്രൊഡക്ട്സ് അവിടെയും കൂടി അപ്ലൈ ചെയ്യണം. ഈ ബേസിക് സ്കിൻ കെയർ അല്ലെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ ഇതെല്ലാം പറയുമ്പോൾ പലതരം സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാരാണ്. അതെ. കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പൊ എനിക്കുള്ള പ്രശ്നം എനിക്കറിയാം. കാരണം എനിക്ക് ഈ നോസ് ഏരിയയുടെ അവിടെ ഭയങ്കര ഓയിലി ആവും. ഉം. കുറേ നമ്മൾ ഇരുന്ന് ഇതിന്റെ നെറ്റിയുടെ അവിടെ ഭയങ്കര ഓയിലി ആവും. ആ. അപ്പൊ എനിക്ക് പിമ്പിൾസ് വരുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഈ ഭാഗത്തൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതലൊക്കെ ആയിട്ട് വരുന്നത്. പക്ഷെ നേരെ മറിച്ച് ഇപ്പൊ എന്റെ പാർട്ട്ണറിനാണെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആണ് സ്കിൻ. ഈവൻ ദോ ഇപ്പൊ ഒരു എന്താ പറയാ ഒരു ഷേവിംഗ് റേസർ യൂസ് ചെയ്താൽ പോലും പെട്ടെന്ന് സ്കിന്ന് റാഷസ് വരും. അപ്പൊ എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്കിൻസ് ഉണ്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് പറയാൻ പറ്റുമോ? അവർക്കുള്ള റുട്ടീൻസിന് വ്യത്യാസമുണ്ടോ? എന്തൊക്കെയായിരിക്കും അത്? സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്കിൻ ടൈപ്പ് അറിയാന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്കിൻ ടൈപ്പ് അറിയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആകെ കുറച്ച് സ്റ്റെപ്സേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ഒരു ജെന്റിൽ ക്ലെൻസർ വെച്ച് മുഖം കഴുകുക. മുഖം കഴുകിയതിന് ശേഷം ഒരു 1 hour വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ഇൻ എ പ്ലേസ് വിച്ച് ഇസ് നോട്ട് വെരി ഹോട്ട് ഓർ വെരി കോൾഡ്. അപ്പം നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഓയിലി ഇതുപോലെ തന്നെ തോന്നുക. അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് 1 hour നമുക്കിപ്പോൾ ഒരു ഫേസ് മൊത്തം ഷൈനി ആയിട്ടും ഓയിലി ആയിട്ടും തോന്നുന്നുണ്ടെങ്കിൽ യു ഹാവ് ഓയിലി സ്കിൻ. ഇപ്പം നമുക്ക് ചില ഏരിയയിൽ മാത്രം ഓയിലിനെസ്, ഇപ്പോൾ പൂജ പറഞ്ഞ പോലെ ഫോർഹെഡ് ആൻഡ് നോസ് അല്ലേ, ആൻഡ് ബാക്കി ഏരിയാസ് കൈൻഡ് ഓഫ് ഒരു ഡ്രൈ ഓർ വെളിച്ചലുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോമ്പിനേഷൻ സ്കിൻ. ഓക്കെ. ആൻഡ് മൊത്തത്തിൽ നമുക്കൊരു വെളിച്ചൽ, ടൈറ്റ്നെസ്, ഡ്രൈനെസ് തോന്നുന്നുണ്ടെങ്കിൽ യു ഹാവ് ഡ്രൈ സ്കിൻ. ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ദ സ്കിൻ ഇസ് നോർമൽ. പിന്നെ ചിലർ പറയും എനിക്ക് സെൻസിറ്റീവ് സ്കിൻ ആണെന്ന്. ആക്ച്വലി സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. ഇറ്റ്സ് നോട്ട് എ സ്കിൻ ടൈപ്പ്. യുവർ സ്കിൻ കനോട്ട് ബി സെൻസിറ്റീവ് ഓൾ ദ ടൈം. ദെൻ യു ഹാവ് എ പ്രോബ്ലം. യു ഷുഡ് ഡെഫിനറ്റ്ലി സീ എ ഡോക്ടർ. അപ്പോൾ സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എന്ത് അപ്ലൈ ചെയ്താലും ഒരു ചൊറിച്ചൽ, പുകച്ചൽ, വെയിലത്ത് പോകുമ്പോൾ ചൊറിച്ചൽ, അല്ലെങ്കിൽ എപ്പോഴും ഒരു റെഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ഇസ് എ പ്രോബ്ലം വിത്ത് ദ സ്കിൻ. സംതിങ് ദാറ്റ് യുവർ അപ്ലൈയിങ് ഇസ് നോട്ട് റൈറ്റ് ഓർ ദർ ഇസ് സം അതർ പ്രോബ്ലം. നമുക്ക് മറ്റേതൊരു അലർജി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സോ ദെൻ യു ഷുഡ് ഗെറ്റ് യുവർ സെൽഫ് എക്സാമിൻഡ്. ഓക്കെ. അപ്പൊ ഈ ഇത്രയും ഇപ്പൊ 3 കൈൻഡ് ഓഫ് സ്കിൻ ടൈപ്പ് പറഞ്ഞു. ഈ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സോ അല്ലെങ്കിൽ അവരുടെ റുട്ടീൻസിനോ ആക്ച്വലി മാറ്റം ഉണ്ടാവോ? ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫോമിങ് ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യാം. അതുപോലെ മോയ്സ്ചറൈസർ ഒക്കെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് മതി. സൺസ്ക്രീൻ ആണെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് മതി. നമ്മളിപ്പോൾ അന്നേരം ഒരു ഹെവി സൺസ്ക്രീനും മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഉഴപ്പാൻ തുടങ്ങും. ഓക്കെ, ദിസ് ഇസ് ടു അൺകംഫർട്ടബിൾ ബിക്കോസ് യു വിൽ ഓൺലി സ്റ്റിക്ക് ഓൺ ടു സംതിങ് ദാറ്റ് യു ആർ ഏബിൾ ടു ഡു എവറി ഡേ അല്ലേ. അപ്പോൾ ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിലും ഡേ ടൈം ഒക്കെ വേണമെങ്കിൽ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാം. യു കൻ അപ്ലൈ യുവർ സൺസ്ക്രീൻ ഡയറക്ട്ലി. അങ്ങനെ ചെയ്യാം. ഇപ്പോൾ അതുപോലെ ഡ്രൈ സ്കിന്നിലോട്ട് വരുമ്പോഴത്തേക്കും യു ഡോണ്ട് നീഡ് എ ഫോമിങ് ഫേസ് വാഷ്. നമുക്കൊരു ജെന്റിൽ ക്ലെൻസർ ഒക്കെ മതി. ഈ ഒരു പ്രോബ്ലം മിക്കവാറും ഉണ്ടാവുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഇപ്പം മെൻസ് സ്കിൻ കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഡക്ട്സ് ഇറക്കും. മിക്കവാറും നല്ല പതയുള്ള ഫേസ് വാഷ് ഇറ്റ് ബീൻ ഒരു ഡാർക്ക് ബ്ലൂ ബോട്ടിൽ ആൻഡ് നല്ല പതയുണ്ടാവും, ഭയങ്കര ഫ്രേഗ്രൻസ് ഉണ്ടാവും. പക്ഷേ ഈവൻ ഇഫ് ഇറ്റ്സ് എ മാൻ, അവർക്കൊരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ആക്ച്വലി ഇറ്റ് വിൽ മേക്ക് ദെയർ സിറ്റുവേഷൻ വേഴ്സ്. അപ്പോൾ അവർക്കൊരു ജെന്റിൽ ക്ലെൻസർ മതിയാവും. കുറച്ചും കൂടി ഹൈഡ്രേറ്റിംഗ് ആയിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അങ്ങനെ കോമ്പിനേഷൻ സ്കിന്നിലോട്ട് വരുമ്പോൾ സിറ്റുവേഷൻ ഇസ് എ ലിറ്റിൽ മോർ ട്രിക്കി. ബട്ട് ഇപ്പോൾ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഫേസിലെ ഡ്രൈ ഏരിയയിലോട്ട് ഒരുപാട് പതപ്പിച്ച് അപ്ലൈ ചെയ്യാതെ ഫോർഹെഡ് ആൻഡ് നോസിൽ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് റിൻസ് ഓഫ് ചെയ്യുന്ന രീതിയിലോട്ടാവാം. ഇപ്പൊ നമ്മളിപ്പം ഒരു യൂണിസെക്സ് ആയിട്ട് നമുക്ക് വരുന്നൊരു പ്രശ്നമാണ് ഈ പാടുകള് അല്ലെങ്കിൽ കഴുത്തിന് ചുറ്റുണ്ടാവുന്ന ബ്ലാക്ക് മാർക്ക് എന്നൊക്കെ പറയുന്ന പിഗ്മെന്റേഷൻസ്. അപ്പൊ ഇതെങ്ങനെ വരുന്നത്? ഇത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഇൻടേക്ക് കൊണ്ട് നമുക്ക് സംഭവിക്കോ, അതോ ഇത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ബോഡി നമുക്ക് തരുന്ന ഒരു ഇൻഡിക്കേഷൻ ആണോ? ഓക്കെ, ദിസ് ഇസ് ഹാർംഫുൾ പ്രോബ്ലം. അങ്ങനെ എന്തെങ്കിലും ആണോ? കഴുത്തിന് വരുന്ന ഡാർക്ക് പാച്ചസ് ആക്ച്വലി സ്കിന്നിന്റെ പ്രോബ്ലമേ അല്ല. ഇത് കണ്ട ഉടനെ മിക്കവാറും ടീനേജേഴ്സിന്റെ ഒക്കെ അമ്മമാർ ചെയ്യുന്നത് നീ കുളിക്കാനിട്ടാണ്, നീ മര്യാദയ്ക്ക് കുളിക്കാനിട്ടാണ്, തേച്ച് വരച്ച് ഞാൻ കുളിപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ട് കുറെ ചകരിയൊക്കെ ഇട്ട് ഉരയ്ക്കും. ബട്ട് ആക്ച്വലി അവിടെ ഒരു പിഗ്മെന്റേഷൻ അല്ല, ചെറുവല്ല. അത് ആക്ച്വലി നമ്മൾ അൺഹെൽത്തി ആണെന്നുള്ളതിന് ബോഡി തരുന്ന ഒരു ഇൻഡിക്കേഷൻ ആണ്. ദർ ഇസ് എ സിറ്റുവേഷൻ കോൾഡ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത് നമുക്ക് ഒന്നുകിൽ ഒരു ഹോർമോണൽ ഇഷ്യൂ ഉണ്ടാവാം, PCOD പോലെ ഒരു ഹോർമോണൽ ഇഷ്യൂ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ തടി കൂടുന്നതുകൊണ്ടായിരിക്കാം. പെട്ടെന്ന് തടി കൂടുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് മധുരം കഴിക്കുമ്പോൾ, ബേക്കറി ഐറ്റംസ് കഴിക്കുമ്പോൾ, ചോറ് ഒരുപാട് കഴിക്കുമ്പോൾ. സോ ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവുന്നതാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പോൾ അവിടെ ആക്ച്വലി നമ്മൾ ഉരച്ച് കഴുകോ അല്ലെങ്കിൽ ക്രീംസ് അപ്ലൈ ചെയ്യുന്നതിന് പകരം യു ഹാവ് ടു ടേക്ക് അപ്പ് സം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. ലൈക്ക് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യണം,
ഷുഗർ അവോയ്ഡ് ചെയ്യണം, കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണം. ഇങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങളാണ് വരുത്തേണ്ടത്. ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട്, കെമിക്കൽ പീൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ യു ഹാവ് വണ്ടർഫുൾ റിസൾട്ട്സ്. ബട്ട് ആ റിസൾട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ കുട്ടിക്കാലത്തായിരിക്കുമ്പം ഇപ്പൊ എന്റെ അമ്മയടക്കം ഇപ്പൊ നമ്മൾ കുളിപ്പിക്കുമ്പോൾ ഭയങ്കര മോയ്സ്ചറൈസർ അല്ലെങ്കിൽ മെയിൻ ആയിട്ട് കോക്കനട്ട് ഓയിൽ. അതെ. എന്നെ കുളിപ്പിച്ചത് ഒലീവ് ഓയിലാണ്. അച്ഛൻ ആ സമയത്ത് അതായിരുന്നു അവൈലബിൾ Available ആയിട്ടുള്ളത്. സോ അങ്ങനെ നമ്മൾ അത് ചെയ്യും. പിന്നെ നമ്മൾ കുറെ കണ്ണൊക്കെ എഴുതി അങ്ങനത്തെ കൺമഷികൾ യൂസ് ചെയ്യും. പിന്നെ അതിന്റെ മേലെ ഇടുന്ന ഒരു കാര്യമാണ് ഈ ടാൽക്കം പൗഡർ ടാൽക്കം എന്ന് പൗഡർ. അതെ പറയുന്നത്. അതെ. അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കാരണം ഈ വലുതാവുന്ന ആൾക്കാർക്ക് ഈ ടാൽക്കം പൗഡർ യൂസ് ചെയ്തിട്ട് പിമ്പിൾ പ്രോബ്ലംസ് വന്നിട്ടുണ്ടെന്ന് അതെ. എന്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ഈ കുട്ടികൾക്കും ഇതേപോലെ സ്കിന്നിന്റെ മേലെ ഈ ടാൽക്കം പൗഡർ യൂസ് ചെയ്യുമ്പോൾ ഈ പോസ് ഒക്കെ ക്ലോഗ്ഡ് ആവില്ലേ? ആവാൻ. അതെ അതെ. ഇതെങ്ങനെ അപ്പൊ ആക്ച്വലി നല്ലതാണോ നമ്മൾ ഈ പൗഡർ യൂസ് ചെയ്യുന്നത്? ഒരിക്കലും അല്ല. ആക്ച്വലി ടാൽക്കം പൗഡർ നമ്മുടെയൊക്കെ ഇപ്പോൾ ഈവൻ ഒരു ചൈൽഡ്ഹുഡ് ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓൾ സ്കിൻ കെയർ മിസ്റ്റേക്സ് ഇൻ വൺ ഫ്രെയിം. അപ്പോൾ സോ ടാൽക്കം പൗഡർ നമ്മൾ പണ്ടേ ഒക്കെ ഒരു നമുക്ക് നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. Yeah, കുട്ടികളെ yeah, yeah. നമ്മൾ ആദ്യം വെള്ളത്തിൽ കുളിപ്പിക്കും, പിന്നെ പൗഡറിൽ കുളിപ്പിക്കും, കംപ്ലീറ്റ്ലി പൗഡർ അടിച്ച് വീശലാണ്. പക്ഷെ ആക്ച്വലി അതിനൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. നമ്മൾ ടാൽക്ക് ആക്ച്വലി ഇൻഹെയിൽ ചെയ്താൽ റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ടാവാം. സോ ഈ കുഞ്ഞിൻ്റെ സ്കിന്നിലോട്ട് ഇത് നമ്മളിങ്ങനെ അടിച്ച് വീശുമ്പോൾ അത് കുറേയൊക്കെ ഇൻഹെയിൽ ആവും. ഓക്കെ. ആൻഡ് ഈവൻ ഫോർ ദ സ്കിൻ ഓൾസോ പൗഡർ ഇസ് നോട്ട് ഐഡിയൽ. അത് സ്കിന്നിനെ കൂടുതൽ ഡ്രൈ ആക്കും, സെൻസിറ്റീവ് ആക്കും. പിന്നെ ആക്ച്വലി നമ്മുടെ ഈ സ്വെറ്റ് ഗ്ലാൻഡ് ഓപ്പണിങ്സ് ഒക്കെ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചൂടുകുരു പോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. സോ ടാൽക്കം പൗഡർ ഫോർ ബേബീസ് ആൻഡ് അഡൾട്ട്സ് ആക്ച്വലി അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ എന്തായിരിക്കും ഗുഡ് സ്കിൻ റുട്ടീൻ ഫോർ എ ബേബി? ഗുഡ് സ്കിൻ റുട്ടീൻ ഫോർ എ ബേബി ഇസ് ജസ്റ്റ് ബേബി സോപ്പ് ഉപയോഗിച്ച് കുളിപ്പിക്കുക. ആഫ്റ്റർ ബാത്ത് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ആൻഡ് ഇപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോകുന്ന ടൈമിൽ അല്ലെങ്കിൽ സ്പോർട്സിന് പോകുന്ന സമയത്തൊക്കെ ഒരു ചിൽഡ്രൻസ് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അത് മാത്രമേ ആവശ്യമുള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് കുട്ടിക്ക് ഒരു ഹാബിറ്റായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ മോയ്സ്ചറൈസർ എപ്പോഴും ഞാൻ പറയുന്നത് വെക്കേണ്ടത് ബാത്റൂമിലാണ്. അപ്പോൾ നമ്മൾ കുളിച്ച് കഴിഞ്ഞ ഉടനെ ഒരു 3 മിനിറ്റ്സിനുള്ളിൽ ടവൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് നനവൊക്കെ ഒപ്പിയിട്ട് അപ്പം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആഫ്റ്റർ ബാത്ത് മോയ്സ്ചറൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ച്വലി എഫക്റ്റ് ബെറ്റർ ആയിട്ട് കിട്ടുന്നത്. ആ ഒരു ഈർപ്പം ശരിക്കും സ്കിന്നിലോട്ട് പിടിക്കുന്നത്, ഡ്രൈനെസ് ഒക്കെ കുറയുന്നത്. സോ ജസ്റ്റ് ഒരു 2 നേരം ഇൻ സമ്മേഴ്സ്, അതർവൈസ് ഒരു നേരം കുളിപ്പിക്കുക. മോയ്സ്ചറൈസർ യു കൻ യൂസ്. ആൻഡ് പുറത്ത് പോകുന്ന സമയത്ത് ഒരു ചിൽഡ്രൻ സൺസ്ക്രീൻ. ഇപ്പം ഈ സ്ട്രെച്ച് മാർക്കിന്റെ കാര്യം ഇതിന്റെ ഇടയിൽ ഒരു സംസാരം വന്നപ്പോഴാണ് ഈ സ്ട്രെച്ച് മാർക്ക് നമ്മൾ ആക്ച്വലി കുറേ നല്ല സ്കിൻ മോയ്സ്ചേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്കിന്നിന് സ്ട്രെച്ച് മാർക്ക് വരാൻ ചാൻസ് ഇല്ല എന്ന് ഒരുപാട് വെള്ളമൊക്കെ ഉള്ള ഇൻടേക്ക് ചെയ്യുന്ന സ്കിന്നാണെങ്കിൽ. ആക്ച്വലി സ്കിന്ന് ഡ്രൈ ആയതുകൊണ്ടാണോ ഈ സ്ട്രെച്ച് മാർക്ക് വരുന്നത്? എങ്ങനെയാ വരുന്നത്? പിന്നെ നമുക്ക് വേറെ എന്തൊക്കെ പ്രോഡക്ട്സ് യൂസ് ചെയ്യാം? ആക്ച്വലി ഇവർ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന കാര്യങ്ങളൊക്കെ ഹെൽപ്ഫുൾ ആണോ നമുക്ക്? സ്ട്രെച്ച് മാർക്സ് പേര് പോലെ തന്നെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ, അതായത് നമ്മളെ സ്കിന്ന് നല്ല വലിയുമ്പോൾ സ്കിന്നിൻ്റെ അടിയിലുണ്ടാവുന്ന കുറച്ച് ടയർസ് ആണ്. അത് നമുക്ക് ആ കീറിയതാണ് ആക്ച്വലി ഇത് സ്ട്രെച്ച് മാർക്സ് ആയിട്ട് കാണുന്നത്. ഇറ്റ് ക്യാൻ ഹാപ്പൻ വെൻ യു ആർ ഗെയിനിങ് വെയിറ്റ്. നമ്മൾ പെട്ടെന്ന് തടി കൂടുന്ന സമയത്ത്, പെട്ടെന്ന് യു ആർ ലൂസിങ് വെയിറ്റ്. നമ്മൾ ജിം വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നവർക്ക് കാണാറുണ്ട് ആംസിലും തൈസിലും ഒക്കെ വരുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഇൻ പ്രഗ്നൻസി വയറിനും തൈസിനും ഒക്കെ കാണാറുണ്ട്. വെദർ യു വിൽ ഡെവലപ്പ് സ്ട്രെച്ച് മാർക്സ് ഓർ നോട്ട്, അത് കംപ്ലീറ്റ്ലി ജനറ്റിക് ആണ്. നമ്മുടെ ഒരു ജനറ്റിക് ഇതനുസരിച്ചിരിക്കും. ഇഫ് യുവർ മദർ ഹാഡ് സ്ട്രെച്ച് മാർക്സ് യു ആർ മോർ ലൈക്ലി ടു ഗെറ്റ് സ്ട്രെച്ച് മാർക്സ്. പിന്നെ ഇത് കംപ്ലീറ്റ്ലി പ്രിവെൻറ്റ് ചെയ്യാൻ ഒന്നും തന്നെ എഫക്റ്റീവ് അല്ല. നമുക്ക് വരാനുണ്ടെങ്കിൽ എന്തായാലും വരും. പിന്നെ യെസ്, മോയ്സ്ചറൈസ് സ്കിന്നിന് നമുക്ക് ഈ ഒരു സ്ട്രെച്ച് ഒക്കെ വരുന്നത് കുറച്ച് കുറവായിരിക്കും. സോ ലൈക്ക് യു സെഡ്, നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഒരു നല്ല ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ റെഗുലർലി ബെല്ലിയുടെ മേലെ അപ്ലൈ ചെയ്യുന്നത്, തൈസിന് അപ്ലൈ ചെയ്യുന്നതൊക്കെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ സ്ട്രെച്ച് മാർക്സ് വന്നു കഴിഞ്ഞാൽ എന്ത് തന്നെ തേച്ചാലും, ഈവൻ നമ്മുടെ സ്ട്രെച്ച് മാർക്ക് ക്രീംസ് എന്ത് അഡ്വാൻസ്ഡ് എത്ര എക്സ്പെൻസീവ് ക്രീംസ് തേച്ചാലും ഒരു മാറ്റം വരില്ല. പോവേയില്ല സ്ട്രെച്ച് മാർക്ക്. നോ നോ നോ, യു വിൽ നീഡ് സംതിങ് ഡീപ്പർ. നമ്മളിപ്പോൾ സർഫസിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഡീപ്പർ ആയിട്ട് പോകുന്ന എന്തെങ്കിലും, ഇപ്പോൾ ലേസേഴ്സ് ആണെങ്കിലും PRP ആണെങ്കിലും മൈക്രോ നീഡ്ലിംഗ് പോലെയുള്ള പ്രൊസീജിയേഴ്സ് വേണ്ടി വരും. ആക്ച്വലി പ്രഗ്നൻസി കഴിഞ്ഞാൽ ഉടനെ ഉള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കില്ല. ഡൗൺ ദ ലൈൻ ഒരു 1 ഇയർ ഒക്കെ കഴിയുമ്പോൾ സ്ട്രെച്ച് മാർക്സിന്റെ അപ്പിയറൻസ് താനേ തന്നെ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആവും. അപ്പോൾ ആ ഒരു സ്റ്റേജ് ഒക്കെ എത്തുമ്പോൾ ഇഫ് യു ആർ റിയലി കൺസേൺഡ് അബൌട്ട് ഇറ്റ്, ട്രീറ്റ്മെന്റ് എടുത്താൽ മതി. ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് സ്കിൻ സീറംസ് ഭയങ്കര അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഹൈലറോണിക് സീറം അല്ലെങ്കിൽ സാലിസിലിക് സീറം, ഇങ്ങനെ ആസിഡ് എങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആ. അതായത് ഇത് എന്തിന്, ഇത് എന്തിന്, ഇത് എന്തിന്, ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് ആവശ്യമുണ്ടോ? അപ്പൊ ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ആൻഡ് ഏതൊക്കെയാണ് ആക്ച്വലി നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ളത് ഈ ഒരു സീറം ചൂസ് ചെയ്യുമ്പോൾ?
ഐഡിയലി ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ഹെൽത്തി ആയിട്ട് സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ആകെ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീനേ ആവശ്യമുള്ളൂ. ഉം. പിന്നെ നമ്മുടെ ഓരോ കൺസേൺ അനുസരിച്ചാണ് നമ്മൾ സീറംസ് ചൂസ് ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമുക്ക് ഹൈലറോണിക് ആസിഡൊക്കെ സേഫ് ആയിട്ട് സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താൻ ഉം. പറ്റും. ഇമീഡിയറ്റ്ലി ആഫ്റ്റർ വാഷിംഗ് യുവർ ഫേസ് ആണ്. ഡാംപ് സ്കിന്നിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ പിഗ്മെന്റേഷൻ ആണ് കൂടുതൽ ഒരു ഇഷ്യൂ എങ്കിൽ നമുക്ക് കോജിക് ആസിഡ് പോലെയുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ പിഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഡെർമറ്റോളജിസ്റ്റിന് അറ്റ്ലീസ്റ്റ് ഒരു 50 ടൈപ്സ് ഓഫ് പിഗ്മെന്റേഷൻ എങ്കിലും അറിയാം. ഓരോന്നിൻ്റെ ഒരു അപ്രോച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പിഗ്മെന്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സീറം വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം യൂസിങ് എ ലെസ് പൊട്ടൻറ്റ് പ്രൊഡക്റ്റ്. അപ്പോൾ യൂഷ്വലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സീറംസിലൊക്കെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ഉം. ബിക്കോസ് ഓഫ് കോഴ്സ് സേഫ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യാന്നുള്ളതും ഒരു ഇതാണല്ലോ മാസമായിട്ട് അതെ ചെയ്യുമ്പോൾ. അതെ. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഒരു വേണ്ടുന്ന റിസൾട്ട് കിട്ടിക്കൊള്ളുന്നില്ല. ഉം. പിന്നെ ആക്നി ഞാൻ ഒരിക്കലും ഒരു സീറം യൂസ് ചെയ്ത് മാനേജ് ചെയ്യാൻ അഡ്വൈസ് ചെയ്യില്ല. ബിക്കോസ് ആക്നി നമുക്കൊരു ഒന്നാമത് സ്കിന്നിലെ മാത്രമുള്ള കൺസേൺ അല്ല, ദ മേ ബി എൻ ഇന്റേണൽ കോസ്. നമുക്കിപ്പോൾ ഹോർമോണൽ ഉം. ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യണം. പിന്നെ ആക്നി എന്ന് പറയുന്നത് എപ്പോഴാണെങ്കിലും ഒരു കോംപ്ലിക്കേഷനിലോട്ട് പോകാൻ ചാൻസ് ഉള്ള സംഭവമാണ്. നമുക്കിപ്പോൾ കുഴികളായിട്ടും പാടുകളായിട്ടും ഒക്കെ. അപ്പോൾ ഐഡിയലി നമ്മൾ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പൊ ശരിക്കും നമ്മൾ ഒരാളുടെ ഫേസ് കാണുമ്പോൾ ഓക്കെ യു ഹാവ് എ ഗുഡ് സ്കിൻ, ലൈക്ക് ഗുഡ് ഹെൽത്തി സ്കിൻ എന്ന് പറയാൻ പറ്റുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാ? ഫസ്റ്റ് ഓഫ് ഓൾ സ്കിന്നിന് ഒരു പ്രോപ്പറായിട്ടൊരു ഗ്ലോ ഉണ്ടാവും. ഹെൽത്തി സ്കിൻ ആണെങ്കിൽ ഒരു നാച്ചുറൽ ആയിട്ടൊരു ചെറിയൊരു ഷൈൻ ഉണ്ടാവും, ഒരു ഗ്ലോ ഉണ്ടാവും. ദേ വോണ്ട് ബി പിമ്പിൾസ്, ദേ വോണ്ട് ബി ഡാർക്ക് സ്പോട്ട്സ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഓവറോൾ അവരുടെ സ്കിൻ കളർ അല്ല. സ്കിൻ കളർ ക്യാൻ ബി എനിത്തിങ്, ബട്ട് ഗ്ലോ ആൻഡ് ലാക്ക് ഓഫ് എനി ഓബ്വിയസ് സ്കിൻ ലീഷൻസ്. അതുപോലെ സ്കിന്നിൻ്റെ ഒരു ഹൈഡ്രേഷൻ ഓക്കെ ആയിരിക്കണം. നമുക്കിപ്പോൾ അധികം ഡ്രൈ പാച്ചസ് ഒന്നും ഇല്ലാതെ, ഒരുപാട് അതുപോലെ ഓയിലിനെസ് ഒന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്ന സ്കിന്നാണ് ആക്ച്വലി ഹെൽത്തി സ്കിൻ. ഹെൽത്തി സ്കിൻ. ഇപ്പൊ ഈ സ്കിൻ കെയർ നമ്മളിപ്പം ഓരോ ആൾക്കാർ ട്രെൻഡിനനുസരിച്ച് പോണോണ്ട് ഈ കൊറിയൻ സ്കിൻ കെയർ ഗ്ലാസ് സ്കിൻ എന്ന് അതെ. പറയുന്നത് ഭയങ്കര ട്രെൻഡാണ് ഇവിടെ. അതെ. അപ്പോ അപ്പൊ പിന്നെ കുറേ പേര് ആക്ച്വലി യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. കൊറിയന്ന് ഇവിടെ പ്രോഡക്റ്റ് കിട്ടാതെ അപ്പോൾ അവിടെ നിന്ന് അവിടുന്ന് പിന്നെ വരുത്തിച്ചിട്ട് അതെ വരുത്തിച്ചിട്ടൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അതായത് ഇപ്പൊ നമ്മൾ ആക്ച്വലി നമ്മൾ കാണാൻ തന്നെ ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ആണ് കാരണം അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ ആൾക്കാരും. അതെ മൊത്തത്തിലുള്ള ഹ്യൂമിഡിറ്റി എല്ലാം ഡിഫറെന്റ് ആണ്. അതെ നമ്മുടെ ഇവിടെ ഇക്വേറ്ററിലാണ് നമ്മുടെ ഇന്ത്യ കിടക്കുന്നത്. അതെ നല്ല ക്ലൈമറ്റ്, നമുക്ക് അത്യാവശ്യം നല്ല മോഡറേറ്റ് ക്ലൈമറ്റ് ആണ് നമ്മുടെ. അതെ. ഇത് ആക്ച്വലി വർക്ക് ചെയ്യും. നമ്മൾ പുറത്തുനിന്നുള്ള ഈ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഇവിടെ വന്ന് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ ചേഞ്ചും വ്യത്യാസങ്ങളൊക്കെ അറിയാൻ പറ്റുമോ? ചെയ്യൂ, അങ്ങനെ സാധിക്കുമോ? സി കൊറിയൻ സ്കിൻ കെയർ പ്രോഡക്ട്സ് ക്വാളിറ്റി വൈസ് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ബട്ട് ഈ പ്രൊഡക്ട്സ് വാങ്ങി ഉപയോഗിച്ച് നമുക്ക് കൊറിയൻ ഗ്ലാസ് സ്കിൻ കിട്ടും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ആക്ച്വലി അൺറിയലിസ്റ്റിക് ആണ്. ഇഫ് യു വാണ്ട് കൊറിയൻ ഗ്ലാസ് സ്കിൻ, നിങ്ങളുടെ അച്ഛനും അമ്മയും കൊറിയൻ ആയിരിക്കണം. അല്ലാതെ വേറെ കൊറിയൻ ഗ്ലാസ് സ്കിൻ കിട്ടാൻ വേറെ വഴിയൊന്നുമില്ല. നമുക്കിപ്പോൾ ഇത്രയും വെയിലടിക്കുന്ന ഒരു നാട്ടിൽ നമ്മുടെ ഒരു ആവറേജ് സൗത്ത് ഇന്ത്യൻ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു പിഗ്മെന്റഡ് ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള സ്കിന്ന് നമ്മളിപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഒരു ഗ്ലാസ് സ്കിൻ പോലെ ഒരിക്കലും ആവില്ല. അവരുടെ ഒരു ജനറ്റിക് മേക്കപ്പ് തന്നെ ഡിഫറെന്റ് അല്ലേ. സോ ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ തോന്നിയിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മലയാളികൾക്ക് മിക്കവാറും അബ്രോഡുള്ള കുറച്ച് റിലേറ്റീവ്സ് ഉണ്ടാവും. ഇപ്പോൾ UAE-ലും US-ലൊക്കെ ഉണ്ടാവും. അപ്പോൾ വെൻ ദേ കം ബാക്ക് അവർ കുറേ ക്രീംസ്, സൺസ്ക്രീൻസ് ഒക്കെ കൊണ്ടുവരും. അപ്പോൾ പേഷ്യൻസ് മിക്കവാറും പറയുന്ന കാര്യമാണ്, അത് വില കൂടിയ ക്രീമാണ്, പക്ഷെ തേച്ച് കഴിഞ്ഞാൽ അങ്ങ് ഒരു ഓയിലി സ്റ്റിക്കി ഫീലിംഗ് ആണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, കുറേ കുപ്പിയുണ്ട്. അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാനാണ്, അവരുടെ സ്കിൻ ടൈപ്പിന് പറ്റിയതാണ്. ഓൾസോ അവരുടെ ഒരു കാലാവസ്ഥക്ക് പറ്റിയതാണ്. മോസ്റ്റ്ലി ഒരു ഡ്രൈ വിന്റർ ടൈപ്പ് വെതർ ആണല്ലോ. അപ്പൊ നമ്മുടെ ഒരു ഹ്യൂമിഡ് വെതറിൽ നമ്മളിപ്പോൾ അതന്നെ എടുത്തിട്ട് ഇപ്പൊ നല്ല പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ഇമ്പോർട്ടഡ് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ഇറ്റ് മേ നോട്ട് സൂട്ട് യു. ആ ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേര് ഇപ്പൊ എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ മുഖത്തൊരു വെള്ളപ്പാട്, വൈറ്റ് പാച്ചസ് വരുന്നത്. അപ്പൊ ഞാൻ അന്ന് എന്നിട്ട് അമ്മയൊക്കെ എന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ അവിടെ ഡോക്ടർ പറഞ്ഞ വിറ്റമിൻ ഡെഫിഷ്യൻസി ആയിരിക്കുന്നതാണ്. മെച്ചോർഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് എന്തുകൊണ്ടാ വരുന്നത് ഈ ഒരു വൈറ്റ് പാച്ച് അല്ലെങ്കിൽ വെള്ളപ്പാട്? കുട്ടികളിൽ ഫേസിൽ വൈറ്റ് പാച്ചസ് വരുന്നതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ്. ഒന്നാമത്തേന്ന് വെച്ചാൽ അലർജി. സ്കിന്നിൽ ഇപ്പോൾ ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ള കുട്ടികൾക്ക് എക്സീമ എന്ന് പറയാം. എക്സീമയുടെ ഒരു ടൈപ്പാണ് ഈ മുഖത്ത് വരുന്ന ഒരു വൈറ്റ് പാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആക്ച്വലി ഒന്നും ചെയ്യണം എന്നില്ല. യു ക്യാൻ ലീവ് ഇറ്റ് അൺട്രീറ്റഡ്. അത് ലൈറ്റായിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ പോകും. അത് പോകും, പക്ഷെ പിന്നെയും വരാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് കംസ് ആൻഡ് ഗോസ് അപ് ടു എ സർട്ടൻ ഏജ്. ഓക്കെ, അത് കംപ്ലീറ്റ്ലി ഹാംലെസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്. പിന്നെ ഒരു കാരണം എന്ന് വെച്ചാൽ ഫംഗൽ ഇൻഫെക്ഷൻസ്. അപ്പോൾ സ്കിന്നിൽ വരുന്നത്, നമ്മളിപ്പോൾ അങ്ങോട്ടൊക്കെ പൊടുതല എന്നൊക്കെ പറയും, ഇങ്ങോട്ട് ഐ തിങ്ക് ചുണങ്ങെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ
വരുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ, സ്കിന്നിൽ വരുന്ന ചില ഫംഗൽ ഇൻഫെക്ഷൻസിൽ ഇതുപോലെ വൈറ്റ് പാച്ചസ് കാണാറുണ്ട്. യൂഷ്വലി വിറ്റാമിൻ ഡെഫിഷ്യൻസീസ് ഒന്നും തന്നെ അങ്ങനെ ഒരു വൈറ്റ് പാച്ചസ് ആയിട്ട് പ്രകടമാവാറില്ല. ദാറ്റ് ഇസ് നോട്ട് വെരി കോമൺ. പക്ഷെ എല്ലാവർക്കും ഉള്ള ഒരു ധാരണ അതാണ്, അതെ അതെ, വിറ്റമിന്റെ വിറ്റാമിൻ കുറവ് ഡെഫിഷ്യൻസി ഒക്കെയാണ്. ആണെന്നുള്ളത്. ഇപ്പം വേറൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ എൻറ്റയർലി ഡിഫറെന്റ് ഒരു കാര്യത്തിൽ സംസാരിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഗ്ലൂട്ടത്തയോൺ അതെ ആണ്. അതെ. ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഗ്ലൂട്ടത്തയോൺ അവൈലബിൾ ആണ്. സപ്ലിമെന്റ്സ് ആയിട്ട്, IV ആയിട്ട്, ഇപ്പൊ ചില ആൾക്കാർ ക്രീം ഒക്കെ ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടിട്ടുണ്ട്. അപ്പോ ആക്ച്വലി ഗ്ലൂട്ടത്തയോൺ നല്ല ഒരു പ്രോഡക്റ്റ് ആണോ? ഞാൻ കേട്ടിട്ടുണ്ട് ഇതൊരു സൈഡ് എഫക്റ്റ് ആണ് എന്നുള്ളത്. എങ്ങനെയാണ് ഇതൊരു യൂസ്ഫുൾ ആവുന്നത്? ആൻഡ് വാട്ട് ഈസ് ദ ബെസ്റ്റ് പ്രാക്ടീസ് നമ്മൾ ചെയ്യേണ്ടത്? ഓക്കെ. സി ഗ്ലൂട്ടത്തയോൺ ബേസിക്കലി ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് ബേസിക്കലി ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ സ്കിന്നിലെ നമ്മുടെ ബോഡീനുള്ളിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒക്കെ കുറയ്ക്കും. അപ്പോൾ ഇതിനുള്ള ഒരു സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ മെലാനിനും കുറച്ചൊന്ന് കുറയ്ക്കും. അങ്ങനെയാണ് നമുക്ക് ആ ഒരു പിഗ്മെൻറ്റേഷൻ കുറയുക അല്ലെങ്കിൽ ചെറിയൊരു ഗ്ലോ ഒക്കെ കിട്ടുന്നത്. സോ ഗ്ലൂട്ടത്തയോൺ ഓറലായിട്ട് എടുക്കുന്നതുണ്ട്, പിന്നെ IV ആയിട്ട് എടുക്കുന്നതുണ്ട്, പിന്നെ ക്രീംസും സോപ്സും ഒക്കെ ആക്ച്വലി അത്ര എഫക്റ്റീവ് അല്ല. ഓക്കെ. സോ ഓറലായിട്ട് എടുക്കുന്നത് മിക്കവാറും ഒരു ചെറിയ ഡോസിലാണ്. സോ ഇറ്റ് ഇസ് റിലേറ്റീവ്ലി സേഫ്. പിന്നെ നമ്മൾ ഓറലായിട്ട് എടുക്കുമ്പോൾ ഒരിക്കലും പൂർണ്ണമായിട്ട് അത് ബ്ലഡിലേക്ക് എത്തില്ല. ബയോ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ റിലേറ്റീവ്ലി സേഫ് ആണ്. IV എടുക്കുമ്പോൾ കുറച്ചും കൂടി നമ്മൾ കെയർഫുൾ ആയിരിക്കണം. IV ആയിട്ട് എടുക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഫുള്ളി ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തുന്നുണ്ട്. സോ ദിസ് ഹാസ് ടു ബി അണ്ടർ എ പ്രോപ്പർ ഡോക്ടേഴ്സ് ഗൈഡൻസ്, ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഗൈഡൻസിൽ വേണം എടുക്കാൻ. ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു ക്ലിനിക് സെറ്റപ്പിലോ ഹോസ്പിറ്റലിലോ വേണം എടുക്കാൻ. ഇപ്പോൾ ഐ ഹാവ് പേഷ്യൻസ് ഹൂ ബൈ ഗ്ലൂട്ടത്തയോൺ ഓൺലൈൻ ഏതൊക്കെയോ ഇഞ്ചക്റ്റബിൾ ഒക്കെ വാങ്ങിയിട്ട് ഒന്ന് ഇഞ്ചക്ട് ചെയ്ത് തരുമോ എന്ന് ചോദിക്കും. ഐ കംപ്ലീറ്റ്ലി ഡിനൈഡ്, ബിക്കോസ് അതിനുള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ IV ആയിട്ട് എടുക്കുമ്പോൾ ഉള്ളൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഡോസേജ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം, ഓവർ ഡോസ് ആവാൻ പാടില്ല, ഫ്രീക്വൻസി ഒന്നും ഒരുപാട് ഫ്രീക്വൻ്റ് ആയിട്ട് എടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നോ മാറ്റർ വാട്ട് യു ഡു, ഗ്ലൂട്ടത്തയോൺ എടുത്തിട്ടുള്ള എഫക്റ്റ് എന്ന് പറയുന്നത് ടെമ്പററി ആണ്. നമുക്കിപ്പോൾ ബോഡി കുറച്ച് കഴിയുമ്പോൾ ആ എക്സിസ്റ്റിംഗ് ഗ്ലൂട്ടത്തയോണിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഗ്ലൂട്ടത്തയോണിൻ്റെ എഫക്റ്റ് പോകുമ്പോൾ യു കം ബാക്ക് ടു വാട്ട് യു വർ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഗ്ലൂട്ടത്തയോണിൻ്റെ എഫക്റ്റ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഒരു നിലനിൽക്കുന്ന രീതിയിലോട്ട് അല്ലെങ്കിൽ ഫാസ്റ്ററായിട്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ഗ്ലൂട്ടത്തയോൺ ബേസിക്കലി ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറവാണെങ്കിൽ ഗ്ലൂട്ടത്തയോണിനുള്ള ആവശ്യം കുറവായിരിക്കും. ഇപ്പോൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, അധികം വെയിലൊന്നും കൊള്ളാതിരിക്കുക, വർക്കൗട്ടൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ദി എഫക്റ്റ് ഇസ് ലിറ്റിൽ ബെറ്റർ, മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ. വേറൊരു സോണിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ ഹെയർ ഗ്രോത്ത് നമ്മുടെ ഫേസിലായിക്കോട്ടെ, പൊതുവെ കയ്യിൽ, കാലിൽ ഒക്കെ ഈ ഓവറായിട്ട് ഹെയർ ഗ്രോത്ത് വരുന്ന എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊരുപാട് അതിൽ ഭയങ്കര ഇൻസെക്യൂർ ആണ് ഒബ്വിയസ്ലി. കാരണം ആൾക്കാരൊക്കെ കളിയാക്കലുകളും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നത് അവരുടെ ഹോർമോണിൻ്റെ വ്യത്യാസമാണ് വരുന്നത്. ഈസ്ട്രോജനും ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഒക്കെ ഈ ഒരു വ്യതിയാനമാണ് സംഭവിക്കുന്നതെന്ന്. പക്ഷേ അപ്പോഴും ഇതൊരു കൺട്രോളിങ് ലെവലിലേക്ക് എത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവർ ഭയങ്കരമായിട്ട് പിന്നെ ഈ വാക്സ് ചെയ്യുക, പിന്നെ കുറെ പേര് ഈ ചന്ദനത്തിരിയുടെ ഈ പൊടി വെച്ചിട്ട് ഇതിങ്ങനെ ഇതാക്കുമ്പോ ഇങ്ങനെ പറഞ്ഞു പോരും എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ഈ ഹെയർ ഗ്രോത്ത് സംഭവിക്കുന്നത്? നോർമലി എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ കൂടുതൽ ഹെയർ ഗ്രോത്ത് വരുന്നത് ഒരു പ്രശ്നമാണോ? എങ്ങനെയാണ് അത് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്? ഓക്കെ. സി നമുക്ക് അമിതമായിട്ടുള്ള രോമവളർച്ച, ദാറ്റ് ഈസ് ഇൻ പ്ലേസസ് വെയർ ഹെയർ ഇസ് യൂഷ്വലി നോട്ട് പ്രസന്റ്. അപ്പം നമുക്ക് ഈ ഒരു ജോ ലൈൻ ഏരിയ, ഫേസ് ആണെങ്കിലും ചെസ്റ്റ് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും യൂഷ്വലി വുമണിന് അങ്ങനെ ഒരു ഡെൻസ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാറില്ല. അപ്പം അതൊരു മെയിൽ പാറ്റേൺ ടൈപ്പ് ഒരു ഹെയർ ഗ്രോത്ത് ആണ്. അതിനെ നമ്മൾ ഹെർസ്യൂട്ടിസം എന്ന് പറയാം. അപ്പം അങ്ങനെ ഹെയർ ഗ്രോത്ത് വരുന്നത് ഡെഫിനറ്റ്ലി നമുക്കൊരു ഹോർമോൺ ഇംബാലൻസ് വരുമ്പോഴാണ്. മോസ്റ്റ് കോമൺലി പോളിസിസ്റ്റിക് ഓവറീസ്, PCOS എന്നുള്ളൊരു ഇഷ്യൂ വരുമ്പോഴാണ് ഇതുണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു തിക്ക് ഹെയർ വരുമ്പോൾ നമുക്ക് ഐഡിയൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ലേസർ ഹെയർ റിഡക്ഷൻ ആണ്. ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ വളരുന്ന മുടിയുടെ കട്ടി കുറഞ്ഞു കിട്ടും. അതുപോലെ അത് വളരുന്ന സ്പീഡും കുറയും. സോ ഇറ്റ് ബിക്കംസ് മോർ മാനേജബിൾ. അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഷേവ് ചെയ്യേണ്ടി വരില്ല. ഓക്കെ. ബട്ട് ലേസർ ഹെയർ റിഡക്ഷൻ നമ്മൾ മൾട്ടിപ്പിൾ സെഷൻസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നിലനിൽക്കണമെങ്കിൽ ഈ ഒരു ഹോർമോണൽ ഇഷ്യൂവും കൂടി സോർട്ട് ഔട്ട് ആയിട്ടുണ്ടാവണം. സോ ഇപ്പോൾ PCOS ആണെങ്കിൽ നമുക്കിപ്പോൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഡയറ്റ്, വർക്കൗട്ട് അതൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ചിലർക്ക് അത് മാത്രം മതിയാവില്ല, ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആ ഒരു ഹോർമോണൽ ഇഷ്യൂവും കൂടി അഡ്രസ്സ് ചെയ്യണം. ദെൻ ഓൺലി ദിസ് ഹെയർ ഗ്രോത്ത് വിൽ ബിക്കം ലെസ്. നമ്മൾ ഈ വീട്ടിൽ ചെയ്യുന്ന ഈ മഞ്ഞള്
തേച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പൊ ഇതൊന്നും ആക്ച്വലി നോ നോ ഫാക്ട് അല്ല. നോ 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 മഞ്ഞൾ തേച്ച് കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്ത് കുറയൊന്നുമില്ല. ദാറ്റ് ഇസ് ആക്ച്വലി എ മിത്ത്. ഓക്കെ. പിന്നെ നമുക്ക് വീട്ടിലിരുന്നിട്ട് ഹെയറിനെ മാനേജ് ചെയ്യാൻ സേഫസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഷേവിംഗ് ആണ്. ഉം. ഓക്കെ. ഷേവ് ചെയ്യുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മോയ്സ്റ്റ് ആയിട്ട് ഷേവ് ചെയ്യുക. അതായത് ഡ്രൈ സ്കിന്നിന്റെ മേലെ ഇങ്ങനെ ഒരു റബ്ബ് ചെയ്യുന്ന പോലെ സ്ക്രാച്ച് ചെയ്യുന്ന പോലെ ഷേവ് ചെയ്യാതിരിക്കുക. ഷേവ് ഓൾവേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഹെയർ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അധികം വലിക്കാതെ നോക്കുക. അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പലരും കരുതുന്ന പോലെ അങ്ങനെ ഷേവ് ചെയ്താൽ കൂടുതൽ തിക്കായിട്ട് വരും, അതെ അങ്ങനെയൊന്നുമല്ല. അതെ, അത് ഞാൻ കേട്ടിട്ടുണ്ട്. നോ, ലോട്ട് ഓഫ് പീപ്പിൾ ആക്ച്വലി ഡോണ്ട് ഡു എനിത്തിങ്. അവർ ഈ ഒരു ഹെയറിന്റെ ഒരു ഇത് വെച്ചിട്ട് ഇൻസെക്യൂർ ആയിട്ട് തന്നെ നിൽക്കുവാണ്. ബിക്കോസ് ദേ വോണ്ട് ഷേവ് ബിക്കോസ് ഇറ്റ് വിൽ കം ബാക്ക് തിക്ക്, ഉം. അങ്ങനെ വിചാരിച്ചിട്ട്. പക്ഷേ ആക്ച്വലി നമ്മൾ ഷേവ് ചെയ്യുന്നത് സ്കിന്നിന്റെ സർഫസിലാണ്. ഹെയർ ഫോളിക്കിൾ എന്ന് പറയുന്നത് എത്രയോ ഡീപ്പായിട്ടിരിക്കുന്ന സാധനമാണ്. നമ്മളിപ്പോൾ അത് കട്ട് ചെയ്തതുകൊണ്ട് ഹെയർ ഫോളിക്കിൾ അങ്ങനെ പ്രതികാരം വീട്ടാൻ വേണ്ടി കൂടുതൽ അങ്ങനെ കട്ടിയായിട്ട് വരുമൊന്നുമില്ല. സോ ദർ ഇസ് നോ നീഡ് ഫോർ ദാറ്റ് കൺസേൺ. ആക്ച്വലി അതിന്റെ ഒരു മറുവശം ഉണ്ട് കേട്ടോ. ടീനേജ് ബോയ്സ് ആൻഡ് ഓൾ ദേ സിറ്റ് ആൻഡ് ഷേവ്. Yeah. താടി വരാൻ വേണ്ടി ഇരുന്ന് ഷേവ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഒരു കാര്യമില്ല, അങ്ങനെ കൂടുതൽ കട്ടിയായിട്ട് വരുമൊന്നുമില്ല. ഇപ്പൊ അതുപോലെ തന്നെ ഈ ടീനേജ് ബോയ്സ് ബിയേർഡ് വരുന്നത് ഭയങ്കര കൺസേൺഡ് ആയിട്ടുള്ള Concerned ആയിട്ട്. ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതെ. ആക്ച്വലി ബിയേർഡ് ഗ്രോത്ത് കുറെയൊക്കെ ജെനറ്റിക്സ് പരമായിട്ട് കിട്ടുന്ന കാര്യമാണോ? ഇത് പിന്നെ കുറെ ഞാൻ കണ്ടിട്ടുണ്ട്, ആവണക്കെണ്ണ അങ്ങനെ എന്തൊക്കെ യൂസ് ചെയ്തൊക്കെ പരട്ടി നടക്കണതൊക്കെ. ഈ ബിയേർഡ് എങ്ങനെയാണ് ആക്ച്വലി വളരുന്നത്? ഇത് എക്സ്റ്റേണലി കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗം ഇല്ല, ഉണ്ടാവും? ബെനിഫിറ്റ് ഒന്നുമില്ല. നമുക്ക് ജനറ്റിക് ആണ്. നമ്മുടെ ബിയർഡ് ഗ്രോത്തിന്റെ തിക്നെസ്സും അതെ, അതിന്റെ പാറ്റേണും അതെ, കംപ്ലീറ്റ്ലി ജനറ്റിക്കലി ഡിറ്റർമൈൻഡ് ആണ്. ചിലർക്ക് താഴോട്ടൊക്കെ കുറച്ച് നാൾ കട്ടിയിലുണ്ടാവും, മേ ബി ഇറ്റ് വോണ്ട് ജോയിൻ വിത്ത് ദ മസ്റ്റാഷ്, അങ്ങനെയുണ്ട്. ഉം. ഫ്രഞ്ച് ബിയർഡ് ആക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെ പല ഡിഫിക്കൽട്ടീസും ഉണ്ട്. ബട്ട് എക്സ്റ്റേണലി ഒന്നും അപ്ലൈ ചെയ്തിട്ട് വലിയൊരു യൂസ് ഒന്നുമില്ല. നമ്മുടെ ജനറ്റിക് അനുസരിച്ചാണ് ഇതൊരു ഗ്രോത്ത് വരുന്നത്. ആൻഡ് ആക്ച്വലി ബിയർഡ് ഗ്രോത്തിന്റെ ഒരു തിക്നെസ് ഉണ്ടല്ലോ, ടീനേജിൽ നിൽക്കില്ല. ഇറ്റ് ആക്ച്വലി ഗോസ് ബിയോണ്ട് ദാറ്റ്. നമുക്ക് ഈവൻ ആഫ്റ്റർ 30 ആൻഡ് ഓൾ യുവർ ബിയർഡ് ഗ്രോത്ത് പാറ്റേൺ ക്യാൻ ആക്ച്വലി ചേഞ്ച്. ഓ. അതിനുശേഷവും ചിലപ്പോൾ തിക്നെസ് ഒക്കെ വരാം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന കുറെ പ്രാക്ടീസസ് ഉണ്ട്. ഉം. ഏറ്റവും മെയിൻ ആയിട്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് സോപ്പിന്റെ യൂസ് ആണ്. ഉം. എന്റെ വീട്ടിൽ തന്നെ ഞാനാണ് ഈ ഓരോരുത്തർക്കും ഓരോ സോപ്പ് വേണമെന്നുള്ളൊരു പ്രാക്ടീസ് കൊണ്ടുവന്നത്. അതും അതെ. എനിക്കൊരു 15-16 വയസ്സിലാന്ന് തോന്നുന്നുണ്ട്. അത് വലിയൊരു ഇഷ്യൂ ആയതാണ്. ഉം. ഇനി അതിനൊക്കെ പൈസ കൂടുതലാണ്, ഇതൊക്കെ എവിടെന്നാ, ഇതിനൊന്നും ഒരു അതെ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ അപ്പം അത് മെയിൻ ആയിട്ട് ഒരു ബാത്റൂം ഉണ്ടാവും. ബാത്റൂമിൽ ഒരു സോപ്പ് ഉണ്ടാവും. അത് കഴിയുന്നവരെ വീട്ടിലെല്ലാവരും ആ സോപ്പായിരിക്കും യൂസ് യൂസ് ചെയ്യുന്നത്. ചെയ്യുന്നുണ്ടാവുക. ഇത് എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്? അത് ഡെഫിനറ്റ്ലി പ്രോബ്ലം ആണ്. ബിക്കോസ് ഈ സോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ സോപ്പിന് സെൽഫ് ക്ലീനിങ് പ്രോപ്പർട്ടി ഒന്നുമില്ല. അപ്പോൾ അത് തന്നെത്താൻ അങ്ങ് ക്ലീൻ ആവുമൊന്നുമില്ല. ഒരു സോപ്പ് എല്ലാവരും ഉപയോഗിക്കുമ്പോൾ, സപ്പോസ് വീട്ടിൽ ഒരാൾക്ക് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആ സോപ്പ് ഉപയോഗിക്കുന്ന അടുത്ത എല്ലാവർക്കും അത് വരും. ആ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ സ്കിൻ കെയർ നീഡ്സ് ആയിരിക്കും. അതെ. ഒരാൾക്ക് ഡ്രൈ സ്കിൻ ആയിരിക്കും, ഒരാൾക്ക് ചിലപ്പോൾ ഒരു ബോഡി ആക്നിയൊക്കെ ഉള്ള ഒരു ഓയിലി സ്കിൻ ആയിരിക്കും. അപ്പോൾ ഈ ബോഡി ആക്നിയൊക്കെ ഉള്ള ഒരാളുടെ സ്കിന്നിന് ചിലപ്പോൾ നല്ലോണം ഫോമിംഗ് ആയിട്ടുള്ള ഫേസ് വാഷസ് നമ്മൾ പാഡിലൊക്കെ കാണുന്ന അങ്ങനെയാണ്, നല്ലോണം പതപ്പിച്ചൊക്കെ ഉം. കുളിക്കുക. അപ്പോൾ അത് ഓക്കെ ആയിരിക്കും. ബട്ട് ഇത് തന്നെ ഇപ്പോൾ ഒരു ഡ്രൈ സ്കിന്നുള്ള ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്കിന്ന് ആകെ ഡീഹൈഡ്രേറ്റഡ്, ഡ്രൈ ആയിട്ട് ഫ്ലേക്കി ആയിട്ടുണ്ടാവും. സോ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു കീപ് സെപ്പറേറ്റ് സോപ്സ്. നമ്മുടെ സ്കിൻ കെയർ കൺസേൺ അനുസരിച്ച് സെപ്പറേറ്റ് സോപ്സ് വെക്കുന്നതാണ് എപ്പോഴും ഐഡിയൽ. ഇതേ സോപ്പിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ടവൽസ്, ബെഡ്ഷീറ്റ്, ഇതൊക്കെ മാറ്റർ ആണോ ആക്ച്വലി? യെസ്, ഡെഫിനറ്റ്ലി. ടവൽസ് ആണെങ്കിലും നമ്മൾ വീട്ടിൽ മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യരുത്. ടവൽസ് പ്രോപ്പറായിട്ട് ഓരോ യൂസ് കഴിയുമ്പോഴും വാഷ് ചെയ്യണം. ഓരോ യൂസ് കഴിയുമ്പോഴും നന്നായിട്ട് ഉണക്കിയെടുക്കണം. ബിക്കോസ് അതിലൊക്കെ ഒരു ഫംഗസ് ബ്രീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വീട്ടിൽ ഇതുപോലെ ഒരാൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ടവൽസ് ആൻഡ് ബെഡ്ഷീറ്റ്സിന്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ആക്നെ പ്രോൺ സ്കിന്നുള്ള ഒരാളാണെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ പില്ലോ കവേഴ്സ് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ അതേ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ അവിടെ കിടന്നിട്ട് വേഴ്സൺ ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ബോഡിക്ക് ഒരു ടവല്, ഫേസിന് ഒരു ടവല്, ഇതെല്ലാം ആക്ച്വലി ചെയ്യണം അങ്ങനെ? ഐഡിയലി നല്ലതാണ്. ഉം. ബിക്കോസ് ഫേസിനാണ് നമ്മളിപ്പോൾ ബാക്കി സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ നമ്മളിപ്പോൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുന്നുണ്ട്. സോ ഫേസിന് ഒരു സെപ്പറേറ്റ് ടവൽ വെക്കുന്നത് നല്ലതാണ്. ഫേസിലെ സ്കിൻ എപ്പോഴും കുറച്ചും കൂടി ഡെലിക്കേറ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ ബോഡിക്ക് യൂസ് ചെയ്യുന്ന അതേ ടവൽ മുഖത്ത് യൂസ് ചെയ്യാതെ സെപ്പറേറ്റ് ടവൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഓൾട്ടർനേറ്റീവ്ലി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ക്ലീൻ ടവൽ ഫസ്റ്റ് ഫേസ് വൈപ്പ് ചെയ്തിട്ട് പിന്നീട് ബോഡി വൈപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ നമ്മൾ എത്ര ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മളിപ്പം 1 വീക്ക് കഴിഞ്ഞാലാണോ 2 വീക്ക് കഴിഞ്ഞാലാണോ അങ്ങനെ മാറ്റുക? ആൻഡ് സ്റ്റീം വാഷ് ചെയ്യേണ്ട കാര്യമുണ്ട് ഇതൊക്കെ? ബെഡ്ഷീറ്റ്സ് ആൻഡ് പില്ലോ കവേഴ്സ് ഐഡിയലി എവറി 3 days നമ്മൾ ചേഞ്ച് ചെയ്യണം. എവറി 3 days? 3 days. നമ്മളൊരു പ്രത്യേകിച്ച് ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവരാണെങ്കിൽ എവറി 3 days നമ്മൾ every 3 ബെഡ്ഷീറ്റ് days മാറ്റണം? ഐഡിയലി യെസ്.
സോ ഐ ബിക്കോസ് തോട്ട് ലൈക്ക് നമ്മൾ 1 വീക്ക് 2 വീക്ക് ഒക്കെ. ബിക്കോസ് ഒരു ദിവസം തന്നെ നമ്മുടെ സ്കിന്നിൽ നിന്ന് ഒരുപാട് ഡെഡ് സ്കിൻ സെൽസ് ഷെഡ് ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ പില്ലോ കവറിൽ വന്ന് കിടക്കുന്നുണ്ട്. പില്ലോ കവറിൽ മാത്രമല്ല റെസ്റ്റ് ഓഫ് ദ ബോഡി ഓൾസോ ബെഡ്ഷീറ്റിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആക്ച്വലി ബാക്ടീരിയക്കൊക്കെ ബ്രീഡിംഗ് ഗ്രൗണ്ട് ആണ്. സോ ഫ്രീക്വന്റ് ആയി ചേഞ്ച് ചെയ്യുന്നത് നല്ലതാണ്. 3 days ആണ് ഒരു ഐഡിയൽ ടൈം. കുളി എന്ന് പറയുന്നത് പലവർക്കും പല രീതിയിലാണ് ആക്ച്വലി. ഇപ്പൊ എൻ്റെ അമ്മ പറഞ്ഞത് ദിവസം 2 നേരം കുളിക്കണം, 2 കുളിക്കണം. നേരം പല്ല് തേക്കണം. രാവിലെ ഇപ്പൊ സ്കൂളിൽ പോകുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഒരുക്കി കുളിപ്പിച്ച് അതൊക്കെ കഴിഞ്ഞ് അതെ. നമ്മളോട് തിരിച്ച് സ്കൂൾ വിട്ട് വന്ന് ട്യൂഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്ന് കുളിച്ച് അത് കഴിഞ്ഞ് രാത്രി കിടക്കുമ്പോൾ വീണ്ടും പല്ല് തേക്കണം. അപ്പൊ അത് തന്നെ എനിക്കൊരു റുട്ടീനായി. പക്ഷെ ഇപ്പൊ ഞാൻ വേറൊരു ആളുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പറയും നമ്മുടെ ബോഡി ഏത് നേരം കുളിക്കരുത്, ശരിക്കും ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് കുളിക്കണം. അപ്പൊ ഞാൻ അല്ലെങ്കിൽ അയ്യോ അപ്പൊ ഈ സ്വെറ്റ് ഒക്കെ ഇങ്ങനെ അത് ഭയങ്കര ഒരു അതെ, ഇറിറ്റേഷൻ അല്ലേ? ഇറിറ്റേഷൻ ആണ്. അപ്പൊ അതെ. ഈ കുളി എന്ന് പറയുന്നത് ഡെയിലി നമ്മൾ കുളിക്കുന്നതുകൊണ്ട് വല്ല പ്രോബ്ലം ഉണ്ടോ? ഇത് ചോദിക്കുക. അല്ലെങ്കിൽ നമ്മൾ ആക്ച്വലി ഈ 2 ദിവസം കഴിഞ്ഞ ഗ്യാപ്പിൽ അങ്ങനെയൊക്കെ ആണോ ശരിക്കും ചെയ്യേണ്ടത്? നമ്മുടെ കാലാവസ്ഥയ്ക്ക് 2 ദിവസം കൂടുമ്പോഴൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഉം. അയാൾക്കും അതെ, ചുറ്റിലുള്ളവർക്കും അതെ. അപ്പോൾ നമ്മള് ബാത്തിന്റെ കാര്യം എന്ന് വെച്ചാൽ കസ്റ്റമൈസ്ഡ് ആണ് നമ്മുടെ ചുറ്റിലുള്ള കാലാവസ്ഥയൊക്കെ അനുസരിച്ച്. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ ഡെയിലി കുളിക്കണം. 2 times വേണമെന്നുള്ളത് ഒരു കംപ്ലീറ്റ്ലി പേഴ്സണൽ ചോയ്സ് ആണ്. ഇഫ് യു ഫീൽ ഒരു ഫീൽ ഫ്രഷ് ആഫ്റ്റർ ടേക്കിംഗ് എ ബാത്ത് ഇൻ ദ മോർണിംഗ്, ഓവർ ആവാതിരുന്നാൽ മതി. ഒരുപാട് നേരം കുളിക്കുക, ഒരുപാട് പതയൊക്കെ ആക്കി കുളിക്കുക, അങ്ങനെ ആവുമ്പോഴാണ് സ്കിന്നിന് ഡാമേജ് വരുന്നത്. ബട്ട് 2 times കുളിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എവറി ഡേ അറ്റ്ലീസ്റ്റ് 1 time എന്തായാലും കുളിച്ചിരിക്കണം. കാരണം നമ്മുടെ ബോഡിയിലുള്ള ഈ സ്വെറ്റ്, പിന്നെ അക്യുമുലേറ്റ് ചെയ്യുന്ന ഡെഡ് സ്കിൻ സെൽസ്, ഇതെല്ലാം അവിടെ ഇരിക്കുമ്പോൾ യു മൈറ്റ് ഗെറ്റ് ഇൻഫെക്ഷൻസ്. പിന്നെ നമുക്ക് തന്നെ ഒരു പ്ലെസന്റ് ആയിട്ട് ഉണ്ടാവില്ല. ഓഫ് കോഴ്സ് ഹെയർ വാഷ് വേണമെങ്കിൽ ലെസ് ഫ്രീക്വന്റ് ആക്കാം, നമ്മുടെ ഒരു ഇതനുസരിച്ച്, തലവേർക്കുന്നതനുസരിച്ച്. ഇപ്പൊ നന്നായി സ്വെറ്റ് ചെയ്തൊരു ദിവസമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പുറത്ത് പോയി വന്നിട്ട് കുളിക്കണം. ചിലർക്കുണ്ട് ഈ രാവിലെ കുളിച്ചിട്ട് പിന്നെ വൈകുന്നേരം കുളിക്കില്ല. ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ if you sweat a lot, it's ideal to take a bath twice daily. ഈ പോഡ്കാസ്റ്റിൽ നമ്മളിപ്പോ ഈ ക്വസ്റ്റ്യൻസിന് വേണ്ടി റിസർച്ച് ചെയ്തപ്പോൾ ചുമ്മാ ഞാൻ കണ്ടൊരു ഒരു ഇതാണ്, ഫാക്ട് ആണ്. അതായത് ഈ പാമ്പൊക്കെ ഈ പടം പൊഴിക്കണ പോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഏതാണ്ട് ഒരു 5 ബില്യൺ ഈ ഐ മീൻ ഡെഡ് സ്കിൻസിൽ ഇതേപോലെ പോവും എന്നൊക്കെ ഞാൻ വായിച്ചു. ആൻഡ് ഇറ്റ് വാസ് ഫാസിനേറ്റിംഗ് ആക്ച്വലി ആ ഒരു കാര്യം കണ്ടപ്പോൾ. അങ്ങനെയാണോ ശരിക്കും ഡെഡ് സ്കിൻ സെൽസ് ഇത്രയധികം നമ്മുടെ ബോഡിയിൽ നിന്നൊക്കെ ഈ ഡെഡ് സ്കിൻ സെൽസ് പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് സത്യമാണ്. നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ബോഡീനെ മൊത്തം കവർ ചെയ്യുന്ന ഒരു ഓർഗനാണ്. ഇറ്റ്സ് ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ യുവർ ബോഡി. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ സ്കിന്ന് ടേൺ ഓവർ ഉണ്ടാവുന്ന എങ്ങനെയാന്ന് വെച്ചാൽ സ്കിന്നിന്റെ ഡീപ്പർ ലെയേഴ്സിൽ നിന്ന് പുതിയ സ്കിൻ സെൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ സ്കിൻ സെൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ മേലോട്ട് എത്തുമ്പോഴത്തേക്കും ഇറ്റ് ബിക്കംസ് ഡെഡ്. ആ ഒരു നമ്മുടെ ടോപ്പ് ലെയർ നമ്മൾ കാണുന്ന സ്കിൻ ആക്ച്വലി ഡെഡ് ആണ്. ഓക്കെ, ഇറ്റ് ഡസൻ ഹാവ് നോ 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 ഇറ്റ് കംസ് ഫ്രം ഇൻസൈഡ് ടു ഔട്ട്സൈഡ്. സോ പുറത്തെത്തുമ്പോൾ ദി സ്കിൻ സെൽസ് ബിക്കം ഡെഡ് ആൻഡ് ദെൻ ദേ ഷെഡ് ഓഫ്. സോ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. എവറി മന്ത്, എവറി 28 days ഒരു സ്കിൻ സെൽ താഴെ നിന്ന് മേലെ വരെ എത്തി കംപ്ലീറ്റ്ലി ഷെഡ് ഓഫ് ആവും. സോ ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് സ്കിൻ സെൽസ് ആർ ബീങ് ഷെഡ്. സോ അതാണ് ഈ ഡെഡ് സ്കിൻ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഡെഡ് സ്കിൻ സെൽസ് നമുക്ക് എങ്ങനെ അല്ലാതെ റിമൂവ് ചെയ്യാനുള്ള പ്രോസസ് ഒക്കെ ഉണ്ടോ ശരിക്കും? മോസ്റ്റ്ലി നമുക്ക് അങ്ങനെ ഒരു ഡെഡ് സ്കിൻ സെൽസ് നമ്മൾ ആക്റ്റീവായിട്ട് റിമൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് അവിടെ ഇരിക്കുന്നത് കുറച്ച് നമുക്കൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ്. ഇഫ് യു വോണ്ട് ടു റിമൂവ് ഇറ്റ്, നമുക്ക് ജസ്റ്റ് ബേസിക് സോപ്പ് ആൻഡ് വാട്ടർ ഡെയിലി കുളിക്കുന്നത് മാത്രം മതിയാവും. പിന്നെ ചില സിറ്റുവേഷൻസിൽ നമുക്കിപ്പോൾ ആക്നി പ്രോൺ സ്കിൻ ഉള്ളവർക്ക് ഒരു കൺജസ്റ്റഡ് ഫീലൊക്കെ ഉണ്ടെങ്കിൽ പീരിയോഡിക് ആയിട്ട് ഒരു എക്സ്ഫോളിയേഷൻ ചെയ്യുന്നത് നല്ലതാണ്. അതർവൈസ് ഇപ്പോൾ ബോഡിക്കാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു സ്ക്രബ് ചെയ്യേണ്ട നീഡൊന്നുമില്ല. ഫേസിനാണെങ്കിലും നമ്മൾ പീരിയോഡിക് ആയിട്ട് എക്സ്ഫോളിയൻസ് ഒന്നും ഇപ്പോൾ നോർമൽ സ്കിൻ ഉള്ള ഒരാൾക്ക് യൂസ് ചെയ്യേണ്ട നീഡൊന്നുമില്ല. താനേ തന്നെ ആ സ്കിൻ സെൽസ് നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോഴൊക്കെ പോയിക്കോളും. ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നേരത്തെ വിട്ടുപോയി ചോദിക്കാനുള്ള ഒരു കാര്യമാണ് ഈ അണ്ടർ ആം പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഒരുപാട് പേര് ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നതും ഭയങ്കര ഇൻസെക്യൂർ ആവുന്ന ഒരു പാർട്ടും കൂടെയാണ് അണ്ടർ ആം പിഗ്മെന്റേഷൻ. അപ്പം ഇത് ഭയങ്കരമായിട്ട് സ്വെറ്റ്, ഒരു ചിന്തയുണ്ട് ആൾക്കാർക്ക്, ഭയങ്കരമായിട്ട് സ്വെറ്റ് വരുന്ന ആൾക്കാരാണ് ഈ പിഗ്മെന്റഡ് ആയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ ആ പാച്ചസ് വരിക. ഇത് നമ്മൾ ഓവറായിട്ട് പ്രോഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മാറും. ഇനി അഥവാ നമ്മൾ എന്തെങ്കിലും ഒരു ഡയറ്റ് ഫോളോ ചെയ്യണോ ഈ ഒരു കാര്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്? അണ്ടർ ആം പിഗ്മെന്റേഷൻ ആൻഡ് ഒരു ഇന്റിമേറ്റ് ഏരിയ പിഗ്മെന്റേഷൻ എല്ലാം തന്നെ ഉണ്ടാവുന്നത് മോസ്റ്റ്ലി നമ്മൾ ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണ്. നമ്മൾ വെയിറ്റ് കൂടുന്ന സമയത്ത്, ഇപ്പോൾ ഹോർമോണൽ ഇഷ്യൂസ്, എന്തെങ്കിലും PCOD പോലെ ഹോർമോണൽ ഇഷ്യൂസ് ഉള്ള സമയത്താണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ്. ഇപ്പോൾ വർക്കൗട്ട് റെഗുലർലി ചെയ്തു തുടങ്ങുക, ഷുഗർ ഒഴിവാക്കുക, കാർബോഹൈഡ്രേറ്റ്സ് ഒഴിവാക്കലല്ല, കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് ചേഞ്ചസ് എന്തായാലും ലൈഫ് സ്റ്റൈലിൽ വരുത്തണം.
മറ്റു ചില കാരണങ്ങൾ കൊണ്ട് അണ്ടർ ആം പിഗ്മെന്റേഷൻ വരാം. ഇപ്പോൾ റിപ്പീറ്റഡ് ആയി ഷേവ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ആ ഫ്രിക്ഷൻ കൊണ്ട് തന്നെ ഒരു പിഗ്മെന്റേഷൻ വരാം. ഇപ്പോൾ ഡിയോഡ്രൻസ് യൂസ് ചെയ്യുന്നവർക്ക്, ഇപ്പോൾ കോൺടാക്ട് അലർജി, ആ പ്രോഡക്റ്റ് പറ്റുന്നില്ലെങ്കിൽ അതൊരു പിഗ്മെന്റേഷൻ ആയിട്ട് വരാം. സോ അപ്പാർട്ട് ഫ്രം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അഡ്രസ്സ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. പിന്നെ ചില ഫംഗൽ ഇൻഫെക്ഷൻസിലൊക്കെ പിഗ്മെന്റേഷൻ വരാം. ഫംഗൽ ഇൻഫെക്ഷൻ ഉണങ്ങി പാടായിട്ട് ഒരു ഉണങ്ങുന്ന സമയത്ത് ഒരു പിഗ്മെന്റേഷൻ ആയിട്ടും കൂടി പോവാം. സോ പ്രോഡക്ട്സ് ബ്ലൈൻഡ് ആയിട്ട് യൂസ് ചെയ്യാതെ ഒന്ന് നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ആക്ച്വലി ഒരു ദിവസം എന്തൊക്കെയാണ് സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? എന്തായിരിക്കണം ആ പ്രോസസ്സ്? ഒരു നോർമൽ സ്കിന്നുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ഔട്ട് ചെയ്യേണ്ടത് ഒരു ഫേസ് വാഷ്. ഓക്കെ, 2 നേരം മുഖം കഴുകുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ദിസ് ഈസ് മോർ റെലവെന്റ് ഇൻ ദ കേസ് ഓഫ് മെൻ. മുഖം ഒന്ന് കഴുകുമെങ്കിലും ചെയ്താൽ മതി എന്നുള്ളതാണ് മെയിനായിട്ട്. പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതെന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ 2 നേരം യൂസ് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മളൊരു ഓയിലി സ്കിന്നുള്ള ഒരാളാണ്, നമുക്കൊരു ഹ്യൂമിഡ് വെതറിൽ ഔട്ട്ഡോർ ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദ മോയ്സ്ചറൈസർ ഇൻ ദ മോർണിംഗ്. ഓക്കെ, മോർണിംഗ് നമുക്ക് ആകെ ഒറ്റ സ്കിൻ കെയർ പ്രോഡക്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ, ദാറ്റ് ഇസ് സൺസ്ക്രീൻ. സോ ഫേസ് വാഷ് ചെയ്തിട്ട് യു ക്യാൻ ഡയറക്ട്ലി അപ്ലൈ യുവർ സൺസ്ക്രീൻ ആൻഡ് ഈവനിങ് മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി. വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇത് മാത്രം ചെയ്താൽ മതി, യുവർ സ്കിൻ വിൽ ബി ഹെൽത്തി. ഇനി ഡെഫിനറ്റ് ആയിട്ട് കൺസേൺസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സീറംസ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നേരത്തെ ആൻറ്റി ഏജിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ നമുക്ക് ആൻറ്റി ഏജിങ് കോൺസെപ്റ്റിൽ വരുമ്പോൾ നമുക്ക് മോർണിംഗ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റ് സീറംസ് യൂസ് ചെയ്യാം. സംതിങ് ലൈക്ക് വിറ്റമിൻ സി ആൻഡ് ഓൾ, നിയാസനമൈഡ് ആൻഡ് ഓൾ വിൽ ബി ഹെൽപ്ഫുൾ മോർണിംഗ് റൂട്ടീനിൽ. നൈറ്റ് റൂട്ടീനിൽ ഇപ്പോൾ കുറച്ചും കൂടി ഒരു ഏജിങ് സ്കിന്നൊക്കെ ആണെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് സംതിങ് ലൈക്ക് ഒരു റെറ്റിനോളോ അല്ലെങ്കിൽ പെപ്റ്റൈഡ്സ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങാൻ പറ്റും. ബട്ട് ഇപ്പോൾ ആൻറ്റി ഏജിങ് കോൺസെപ്റ്റിൽ ഏത് ഏജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട റെറ്റിനോളൊക്കെ? ഡെഫിനറ്റ് ആയിട്ട് അങ്ങനെ ഒരു ഏജ് ഇല്ല. ദർ ഏജ് ഇസ് നോ ഏജ് ദാറ്റ് ബിഫോർ ദിസ് ഏജ് നമുക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അങ്ങനെയൊന്നുമില്ല. ബിക്കോസ് ടീനേജ് ആക്നിക്കൊക്കെ നമ്മൾ ആക്ച്വലി റെറ്റിനോയിഡ്സ് കോമൺ ആയി ഡെർമറ്റോളജിസ്റ്റ് കൊടുക്കുന്നതാണ്. റെറ്റിനോൾ അല്ല, പ്രിസ്ക്രിപ്ഷൻ ബേസ്ഡ് റെറ്റിനോയിഡ് ഓയിൻമെന്റ്സ് കൊടുക്കുന്നതാണ്. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അറ്റ് എനി ഏജ്. പിന്നെ ആൻറ്റി ഏജിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഫോളോയിങ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. നമുക്കിപ്പോൾ ഒരു ഡെയിലി നമ്മൾ കുറേ അൺഹെൽത്തി ഫുഡൊക്കെ കഴിച്ച് വർക്കൗട്ട് ഒന്നും ചെയ്യാതെ അതുപോലെ ഇപ്പോൾ കുറേ സിഗരറ്റ് ഒക്കെ വലിച്ചിട്ട് നൈറ്റ് വന്നിട്ട് നമ്മളൊരു റെറ്റിനോളോ പെപ്റ്റൈഡോ അപ്ലൈ ചെയ്തതുകൊണ്ട് ചുളിവ് വരാതിരിക്കില്ല. ദാറ്റ് ഈസ് ഓൾസോ ദെയർ. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻറ്റി ഏജിങ് സ്കിൻ കെയർ ഇസ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു ഹെൽത്തി ഈ സ്കിന്ന് നമുക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും പ്രോഡക്ട്സ് മേടിക്കണം. സോ ഒരു എത്ര ബഡ്ജറ്റ് ആക്ച്വലി ഒരു സ്കിൻ കെയറിന് നമ്മൾ കരുതണം? ബേസിക് ഒരു ക്ലെൻസർ, ഫേസ് വാഷ്, മോയ്സ്ചറൈസർ ആൻഡ് ഓൾ എനി ഹൗ ഒരു മാക്സിമം ഒരു 700 ആ ഒരു റേഞ്ചിൽ, 700 to 1000 ആ ഒരു റേഞ്ചിൽ കിട്ടും. വലിയൊരു എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. മിനിമൽ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഫർദർ നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ മണി സ്പെൻഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ നമ്മൾ പൊതുവെ ആൾക്കാരിലുള്ള ഒരു മിസ്കൺസെപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ഉള്ള സാധനമായിരിക്കും ഏറ്റവും കൂടുതൽ അടിപൊളി. അങ്ങനെ ആക്ച്വലി ഉണ്ടോ? റേറ്റ് കുറവിന് കുറച്ച് ഇതായിരിക്കും, അങ്ങനെ ആക്ച്വലി അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടോ? നമ്മളിപ്പോൾ ഒരു ബേസിക് പ്രൊഡക്ട്സ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഫേസ് വാഷ്, മോയ്സ്ചറൈസർ ആൻഡ് ഓൾ യു ക്യാൻ യൂസ് എ ലിറ്റിൽ കോസ്റ്റ് എഫക്റ്റീവ് പ്രൊഡക്ട്സ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ മോയ്സ്ചറൈസർ ഒക്കെ നമ്മളിപ്പോൾ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് പർച്ചേസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ആക്റ്റീവ്സ്, നമ്മളിപ്പോൾ സീറംസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫോർമുലേഷൻ, അതിൻ്റെ കോൺസെൻട്രേഷൻ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അവിടെ നമ്മൾ ഒരുപാട് ചീപ്പായിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ പുറകെ പോവാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ. പിന്നെ തന്നെ പൊതുവെ ആൾക്കാർക്കുള്ള ഈ മിസ്കൺസെപ്ഷൻ ആണ് ഈ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരും ഈ ഹോം റെമഡി കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇങ്ങനെ കൂടി പോകുന്നത്. ഈസ് ഇറ്റ് എക്സ്പെൻസീവ്? നോട്ട് റിയലി. നമ്മളിപ്പോൾ ഒരുപാട് നാൾ ഹോം റെമഡീസും പിന്നെ സീറംസും ബാക്കി ഓൺലൈൻ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നമുക്ക് കുറേ ടൈമും വേസ്റ്റ് ആണ്. അത് കാരണം എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വന്നാൽ പിന്നെ അതിൻ്റെ പുകിലുണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോൾ ആദ്യമേ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പാത്തിലോട്ട് പോയി കഴിഞ്ഞാൽ യു ക്യാൻ സേവ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് എനർജി ആൻഡ് മണി. സോ ഇറ്റ്സ് ബെറ്റർ ടു ഗെറ്റ് എ കൺസൾട്ടേഷൻ വിത്ത് ഡെർമറ്റോളജിസ്റ്റ് ഫസ്റ്റ് ഇറ്റ് സെൽഫ്. നിങ്ങളുടെ സ്കിൻ കൺസേൺസ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് ഞാൻ എടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കൺസേൺഡ് ആയിരുന്നു. കാരണം എൻ്റെ മെയിൻ ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരാളെ വേറൊരു രീതിക്ക് എഫക്റ്റ് ചെയ്യരുത്. ബിക്കോസ്
ടോക്കിംഗ് അബൌട്ട് സ്കിൻ ഇസ് വെരി സെൻസിറ്റീവ് ടോപ്പിക്. യെസ്. കാരണം നമ്മളത് അങ്ങനെ ആക്കി വെച്ചു. ഉം. നമ്മളൊരു സൊസൈറ്റി അങ്ങനെ ആക്കി വെച്ചു. ഇപ്പൊ ഞാൻ റീസെന്റ് ഒരു സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞൊരു പടം കണ്ടു. അപ്പൊ അതിലും ഇതേപോലെ തന്നെ യങ് ഏജ്, ഓൾഡ് ഏജ്, ഇവരുടെ സ്കിന്നിൽ വരുന്നത് ലൈക്ക് ടു ലുക്ക് ബ്യൂട്ടിഫുൾ, ടു ലുക്ക് ഫെയർ, വൈറ്റ്, ആ. ടു ബി ഇൻ ദാറ്റ്. ഇപ്പൊ ഈ മീഡിയയിൽ വന്ന് പ്രസന്റബിൾ, നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കണം, Concept ആയി. ആ ഒരു കോൺസെപ്റ്റ് തന്നെയായി ഇപ്പം. ആൻഡ് ഇതൊരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് തന്നെ താങ്കൾ ഇത് പറയണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇങ്ങനെ സഫർ ചെയ്യുന്ന ഇൻസെക്യൂരിറ്റീസ് ഉള്ള ഈ കുട്ടികളോട് എന്താണ് മാമിന് പറയാനുള്ളത്? നമ്മൾ സ്കിന്ന് മറ്റേതൊരു ഓർഗനും പോലെ തന്നെ ഹെൽത്തി ആയിട്ട് നിലനിർത്തുക എന്നുള്ളത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. യു ഡോണ്ട് ഹാവ് ടു ഹാവ് a 10-step സ്കിൻ കെയർ റൂട്ടീൻ. യു ഡോണ്ട് നീഡ് ലോട്ട് ഓഫ് പ്രോഡക്ട്സ്. നമ്മൾ ബേസിക് സ്കിൻ കെയർ ഒക്കെ ഫോളോ ചെയ്യുക. ഒബ്വിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ, ഒബ്വിയസ് ആയിട്ടുള്ള സ്കിൻ ഡിസീസസിനെയൊക്കെ ട്രീറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഏത് കളറിലാണെങ്കിലും, വിച്ച് എവർ സ്കിൻ ടോൺ യു ആർ, ഓർ വാട്ട് എവർ, ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഒരു കുറച്ച് കുരുവിൻ്റെ ഒരു മാർക്സ് അതൊക്കെ ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് ഓക്കെ, ഇറ്റ് ഈസ് നോർമൽ. വി ഓൾ ഗ്രൂ അപ്പ് വിത്ത് സച്ച് പ്രോബ്ലംസ് അല്ലേ? പക്ഷെ അന്നേരം നമ്മൾ ഇത്ര ഒബ്ജക്റ്റീവായിട്ട് നോക്കുന്ന ആൾക്കാരില്ലായിരുന്നു. നൗ യു ഹാവ് ടു ഹാവ് പെർഫെക്റ്റ് സ്കിൻ, ഇൻസ്റ്റാഗ്രാം ഫിൽറ്റേഴ്സ് എല്ലാം വേണം. സോ അങ്ങനെ ഒരു പെർഫെക്ഷൻ്റെ പുറകെ ഒരു പ്രാന്ത് പിടിച്ച് പോകേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. സ്കിൻ ഓഫ് കോഴ്സ് ഹെൽത്തി ആയിട്ട് വെക്കണം. പിന്നെ നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കുന്ന ഡാമേജസ് പരമാവധി ഒഴിവാക്കുക. അതായത് ഇപ്പോൾ ഈ കുരു കുത്തി പൊട്ടിക്കുക, നോർമലായിട്ട് പോകേണ്ട കുരുവാണ്, അതിനെ വേണമെന്ന് വെച്ചിട്ട് ഒരു സ്കാർ ആക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മളിപ്പോൾ നോ മാറ്റർ വാട്ട് കോംപ്ലക്ഷൻ യു ഹാവ്, നോ മാറ്റർ വാട്ട് പ്രോബ്ലംസ് യു ഹാവ്, യു ആർ ബ്യൂട്ടിഫുൾ. അപ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു ലിവറിന് ഒരു ഇഷ്യൂ വന്നാൽ യുൽ സി എ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ്. ഇഫ് യു ഹാവ് എ ഹാർട്ട് ഇഷ്യൂ യുൽ സി എ കാർഡിയോളജിസ്റ്റ്. സോ ഗെറ്റ് ദ ഹെൽപ്പ് ഓഫ് എ ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കീപ് യുവർ സ്കിൻ ഹെൽത്തി. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്ന എല്ലാ കുട്ടികളോടും അല്ലെങ്കിൽ എല്ലാ ഹ്യൂമൻസിനോടും എനിക്ക് പറയാനുള്ളത്, ഒരു സ്കിൻ കളറോ ഒരു റേസോ ഒന്നും നമ്മുടെ ഹൈറ്റോ വെയിറ്റോ ഒന്നും എന്താ പറയാ നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നില്ല. യു മേക്ക് യു. അത് മാത്രം മനസ്സിൽ കാണുക. ആൻഡ് ഇതെല്ലാം ഇപ്പം ഈ എപ്പിസോഡ് പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് എന്താണ് സീക്ക് ചെയ്യണോ, ഹെൽപ്പ് നമ്മൾ കാണിക്കുന്നു, ഡോക്ടറെ കൺസൾട്ട് ചെയ്യണോ എന്നൊക്കെ ഉള്ളത് കംപ്ലീറ്റ് യുവർ ചോയ്സ്. ഒരിക്കലും നമ്മൾ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്ത് നമ്മളായിട്ട് തന്നെ ജഡ്ജ് ചെയ്യാതെ ഇരിക്കുക. സോ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് Thank you, സ്നേഹ മാം. Pooja. നമുക്ക് ഇത്ര അധികം എന്താ പറയാ ഒരു അവയർനെസ് തന്നു ആക്ച്വലി സ്കിന്നിന്റെ കാര്യത്തിൽ. ആൻഡ് ഓൾസോ എനിക്ക് ഹെയർ ട്രീറ്റ്മെന്റ് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അറിയണമെന്നുണ്ട്, ബട്ട് നമുക്ക് വളരെ ലിമിറ്റഡ് ടൈമാണ്. ആൻഡ് പ്ലീസ് ലെറ്റ് മീ നോ നിങ്ങൾക്ക് ഇനി ഏതൊരു ടോപ്പിക്കിന്റെ മേലെയാണ് സംസാരിക്കാൻ ആഗ്രഹമുള്ളതെന്നും, അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ ഇനി നമ്മൾ കവർ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അതിനെപ്പറ്റി നിങ്ങൾക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. സോ ദാറ്റ്സ് ഇറ്റ്. മാമിന് എന്തെങ്കിലും ഒരു ചെറിയ കോട്ട് പറഞ്ഞ് നിർത്താൻ പറ്റുമെങ്കിൽ അത് നമുക്ക് പറയാം. താങ്ക് യു പിങ്ക് പോഡ്കാസ്റ്റ് ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ദിസ് ടോക്ക്. ഒരു നല്ല ഇൻസൈറ്റ്ഫുൾ ഡിസ്കഷൻ ആയിരുന്നു. വി കവേർഡ് എ ലോട്ട് ഓഫ് ടോപ്പിക്സ് അല്ലേ അബൌട്ട് സ്കിൻ കെയർ. ആൻഡ് ഐ ഹോപ്പ് ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ കുറച്ച് ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന്. താങ്ക് യു സോ മച്ച്. സോ ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് തിങ്ക് ഇറ്റ്.